ജാനുവരി 13th സെഷനിൽ നമ്മൾ ഏതൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ സെക്ഷൻ 1 എടുത്തിരുന്നു. യെസ്, സെക്ഷൻ 1 ഏതാ എടുത്തേ? ടൈറ്റിൽ, എക്സ്റ്റെന്റ്, കമൻസ്മെന്റ്, പിന്നെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കബിലിറ്റി എന്നും പറയാം. രണ്ടും സെയിം തന്നെയാണ്. യെസ്, ഇതില് സെക്ഷൻ 1 ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം വന്നെന്നിരിക്കാം. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ ആ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്നുള്ള ആ ഒരു പ്ലേസിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചിരിക്കും, ഇൻഷുറൻസ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണോ? ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ആക്ട് ആണോ കേൾക്കേണ്ടത്? IRDA ആക്ട് ആണോ കേൾക്കേണ്ടത്? അത് കമ്പനീസ് ആക്ട് ആണോ? ആക്ച്വലി രണ്ടും കേൾക്കണം. ഏതാ? കമ്പനീസ് ആക്ടും കേൾക്കണം, ഇൻഷുറൻസ് ആക്ടും IRDA ആക്ടും കേൾക്കണം. പക്ഷെ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ IRDA ആക്ട് വിൽ പ്രിവെയിൽ ഓർ ഇൻഷുറൻസ് ആക്ട് വിൽ പ്രിവെയിൽ ഓവർ കമ്പനീസ് ആക്ട്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, സോ ദേ മൈറ്റ് ടെസ്റ്റ് യു. യെസ്, പിന്നെ നമ്മൾ എന്ത് നോക്കി? സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഡെഫിനിഷൻസിനകത്ത് ചില ഡെഫിനിഷൻസ് നമ്മൾ നോക്കിയിരുന്നു. ഏതൊക്കെയാണ് നോക്കിയത്? സെക്ഷൻ 2 clause 20 നോക്കിയിരുന്നു. ആണോ? 2 clause 20 നോക്കിയില്ലായിരുന്നോ? കമ്പനി എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ. യെസ്, കമ്പനി എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. പിന്നെ ഏത് നോക്കിയിരുന്നു സെക്ഷൻ 2 clause? യെസ്, മെമ്പർ എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ നോക്കിയിരുന്നു അല്ലേ? മെമ്പർ എന്നുള്ള ഡെഫിനിഷൻ. യെസ്, മെമ്പർ എന്നുള്ള ഡെഫിനിഷൻ സെക്ഷൻ 2 clause 55 നമ്മൾ മെമ്പർ എന്നുള്ള ഡെഫിനിഷൻ നോക്കിയിരുന്നു. പിന്നെ ഏത് ഡെഫിനിഷൻ നോക്കിയിരുന്നു ഗൈസ്? മെമ്പർ എന്നുള്ള ഡെഫിനിഷൻ നോക്കിയിരുന്നു. പിന്നെ ഏത് ഡെഫിനിഷൻ നോക്കിയിരുന്നു? സെക്ഷൻ 2 clause 10 നോക്കിയിരുന്നു. യെസ്, ബോർഡ് എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ. യെസ്, ബോർഡ് എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ. പിന്നെ ഏത് ഡെഫിനിഷൻ നമ്മൾ നോക്കിയിരുന്നു? സെക്ഷൻ 2 clause 34 നോക്കിയിരുന്നു. ഏതാ അത്? ഡയറക്ടേഴ്സ് എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ. ആണോ? ഡയറക്ടേഴ്സ്. യെസ്, ഡയറക്ടേഴ്സ് നോക്കിയിരുന്നു. പിന്നെ ഏത് നോക്കിയിരുന്നു ഗൈസ്? സെക്ഷൻ 2 clause 18 നമ്മൾ നോക്കിക്കാണും. ഏതാ സെക്ഷൻ 2 clause 18? CEO എക്സാമിന് ചോദിക്കില്ല. സോ ദിസ് ഇസ് നോട്ട് എൻ എക്സാം റിലേറ്റഡ് ഡെഫിനിഷൻ. ഐ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഏത് നോക്കിയിരുന്നു? സെക്ഷൻ 2 clause 19 CFOന്റെ ഡെഫിനിഷൻ. അഗൈൻ CFOയും എക്സാമിന് ചോദിക്കില്ല. ഓക്കെ, പക്ഷെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. ഏതാ അത്? 2 clause 51 ആണ്. അതെന്താ? KMP എന്ന് പറയും. KMP എന്ന് പറഞ്ഞാൽ എന്താണ്? കീ മാനേജീരിയൽ പേഴ്സണൽ ആണോ? യെസ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആണോ? യെസ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏത്? സെക്ഷൻ 2 clause 54 ഉണ്ട്. യെസ്, അതേതാ? സെക്ഷൻ 2 clause 54 മാനേജിംഗ് ഡയറക്ടറിന്റെ ഡെഫിനിഷൻ ആണ്. പക്ഷെ മാനേജിംഗ് ഡയറക്ടർ ഡെഫിനിഷൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടില്ല. എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മാനേജിംഗ് ഡയറക്ടറുടെ ഡെഫിനിഷൻ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പഠിച്ചിരിക്കണം. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് പ്രിലിമിനറി ചാപ്റ്ററിൽ വരുന്നത് കൊണ്ട് അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത്രയും ഡെഫിനിഷൻസ് മാത്രമാണ് നമ്മൾ നോക്കിയത്. ഇത്രയുള്ള ആ ഒരു പോർഷൻസ് മാത്രമാണ് നമ്മൾ നോക്കിയത്. ഇത്രയുള്ള ഈ ഒരു പോർഷൻസ് മാത്രമാണ് നമ്മൾ നോക്കിയത് അല്ലേ? ആണോ ഗൈസ്? യെസ്, യെസ്, യെസ്. മാനേജിംഗ് ഡയറക്ടർ വരെയുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ശരി, ഒരു കാര്യം ചെയ്യട്ടെ. ഓക്കെ, ശരി. മാനേജിംഗ് ഡയറക്ടർ വരെയുള്ള ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കിയത്. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലേ, എന്റെ 3 hour സെഷൻ ഉള്ള ദിവസമാണെങ്കിൽ അത് എത്ര മണി തൊട്ട് എത്ര മണി വരെ? 7 to 10 ആണ് രാത്രി. ആണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലേ, ഒരു 6 PM ആകുമ്പോൾ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ആ ദിവസം വരെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? എന്നിട്ട് 7 to 10 സെഷൻ അറ്റൻഡ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഡെയിലി 3 hours സെഷൻസ് ആണ് കൂടുതൽ. ആ 3 hour സെഷൻസിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം?
1 മണിക്കൂർ റിവൈസ് ചെയ്യുക. ഒരു മണിക്കൂറോളം റിവൈസ് ചെയ്യാനുള്ളത് പോർഷൻസ് ഇനി വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും നമ്മൾ പഠിച്ച് പോകുമ്പോൾ ആ 1 മണിക്കൂർ റിവൈസ് ചെയ്യാനുള്ള പോർഷൻസോളം വരും. ഓക്കെ, അപ്പൊ 1 മണിക്കൂർ നിങ്ങൾ റിവൈസ് ചെയ്യുക, എന്നിട്ട് എന്റെ ലൈവ് സെഷൻ കാണുക. അണ്ടർസ്റ്റുഡ്? യെസ്. അതേപോലെ 6 hours ഉള്ള സെഷൻ ആണെങ്കിൽ എത്ര മണി തൊട്ട് എത്ര മണി വരെ? 10 to 1 ഒരു സെഷനും പിന്നെ 2 to 5 വേറൊരു സെഷനും ആണോ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 9 o'clock 9 AM 1 മണിക്കൂർ വീണ്ടും റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കണം. മനസ്സിലായോ? റിവൈസ് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം ഒന്ന് ചെയ്തോട്ടെ. എനിക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. ആരെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്തേ. എന്തെങ്കിലും ഒരു മെസ്സേജ് ഒന്ന് അയച്ചേ. ഒരു മെസ്സേജ് ഒന്ന് അയക്കാൻ പറ്റുന്നുണ്ടോ? യു കാൺട്ട്. പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല അല്ലേ? പറ്റുന്നുണ്ട്. ഓക്കെ. വെരി ഗുഡ്. എന്റെ ഞാൻ മ്യൂട്ട് ചെയ്തു. ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല. ഐ കൻ സി യുവർ മെസ്സേജസ്. എനിക്ക് അയച്ചാൽ മതി കേട്ടോ, മെസ്സേജസ് അയച്ചാൽ. അപ്പോ നിങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. 3 hours ഉള്ള സെഷൻ ആണെങ്കിൽ 6 o'clock നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് 7 ക്ലാസ് ലൈവിലോട്ട് കയറണം. 6 hours സെഷൻ ആണെങ്കിൽ രാവിലെ 9 മണിക്ക് റിവൈസ് ചെയ്തിട്ട് 10 o'clock തൊട്ട് സെഷനിൽ കയറണം. മനസ്സിലായോ? യെസ്. അപ്പൊ ലോയിന് നിങ്ങൾ ഈ ഒരു മാസം 3 hours സെഷൻ ആണെങ്കിൽ 4 hours നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 6 hours സെഷൻ ആണെങ്കിൽ 7 hours നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസം, അതായത് ജാനുവരി ടു ഫെബ്, നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ളത് ഒരു 30 ദിവസത്തെ ക്ലാസ് ആണ്. ആ 30 ദിവസം നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു രീതി പറഞ്ഞാൽ 30 ദിവസം ആകുമ്പോൾ നിങ്ങളൊരു 30 മണിക്കൂറെങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. ഓക്കെ, 30 മണിക്കൂർ നിങ്ങൾ റിവൈസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അത് നല്ലതുപോലെ ഉറയ്ക്കും. കമ്പനീസ് ആക്ടും അതർ ലോസും എല്ലാം നല്ലതുപോലെ ഉറയ്ക്കും. അവസാനം നിങ്ങൾക്ക് അത് ഉപയോഗം വരും. റിവിഷൻ ആണ് ഓഡിറ്റിംഗ് പേപ്പർ, SM പേപ്പർ, ലോ പേപ്പർ, ടാക്സ് പേപ്പർ. ഈ 4 പേപ്പേഴ്സും റിവിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ പലതും മറന്നുപോകും. ടാക്സ് ആണ് ഏറ്റവും കൂടുതൽ മറക്കുന്ന ഒരു സബ്ജക്ട്. കാര്യം ടാക്സിന്റെ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലത്തിൽ തന്നെ പല പ്രൊവിഷൻസും വരും. ലോ ആകുമ്പോൾ ഇന്നൊരു പർട്ടിക്കുലർ സെക്ഷനിൽ നിന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആ സെക്ഷനും പിന്നെ 2-3 സെക്ഷൻസും കൂടെ ഓർത്ത് വെച്ചാൽ മതി. ടാക്സ് അങ്ങനെയല്ല. ഒരു ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവാം, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകാം, PGP ഉണ്ടാവാം, സെറ്റ് ഓഫ് ഉണ്ടാവാം, ഡിഡക്ഷൻസ് ഉണ്ടാവാം, ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് ഉണ്ടാവാം, ചിലപ്പോ ക്ലബിംഗ് ഉണ്ടാവാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ടാക്സ് റേറ്റ്സും എല്ലാം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പൊ അത്ര ഓർത്ത് വെക്കണമെങ്കിൽ റിവൈസ് ചെയ്തേ പറ്റൂ. അപ്പൊ ടാക്സേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഓഡിറ്റിംഗും നിങ്ങൾ റിവൈസ് ചെയ്യണം, SM നിങ്ങൾ റിവൈസ് ചെയ്യണം, ലോയും നിങ്ങൾ റിവൈസ് ചെയ്യണം. കാര്യം തിയറി പേപ്പേഴ്സ് ആകുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഓർത്ത് വെക്കാനാണ് പാട്. അപ്പൊ നിങ്ങൾ റിവിഷൻ പർപ്പസ് നിങ്ങൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു തിയറി പേപ്പേഴ്സിന്. സ്പെഷ്യലി പ്രോബ്ലം പേപ്പർ ആകുമ്പോഴേ നമ്മൾ എപ്പോഴും റിവൈസ് ചെയ്തില്ലെങ്കിലും ആ പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള ആ ഒരു മെക്കാനിക്കൽ ഫ്ലോ നമുക്ക് വന്നോളും. ഫോർമുലയൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് റിവൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ഫോർമുല റിവൈസ് ചെയ്തില്ലെങ്കിലും ലോജിക്ക് വെച്ച് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. യെസ്, പ്രോബ്ലം പേപ്പേഴ്സ് നമുക്ക് ആ ഫ്ലോയിൽ അങ്ങ് വന്നോളും. ജസ്റ്റ് ആ പ്രോബ്ലം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് ടു ദാറ്റ് ഫ്ലോ. വലിയ പ്രശ്നം വരില്ല. പ്രശ്നം വരെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ വൃത്തിക്ക് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ ചില സ്ഥലത്തെത്തുമ്പോൾ സ്റ്റക്ക് ആവുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് നാച്ചുറലി അങ്ങ് പൊക്കോളും. കുറെ തവണ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പം പിന്നെ അതുപോലത്തെ ഒരു പ്രോബ്ലം വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. പുതിയൊരു പ്രോബ്ലം വന്നാൽ കുറച്ച് സമയം എടുത്ത് ഡീസൈഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും പ്രോബ്ലം പേപ്പേഴ്സിന് യൂഷ്വലി ഈ മറവിയുടെ പ്രശ്നം വരില്ല. മറവിയുടെ പ്രശ്നം വരുന്നത് ടാക്സേഷൻ പേപ്പർ, ലോ പേപ്പർ, ഓഡിറ്റിംഗ് പേപ്പർ, SM പേപ്പർ. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇതിന് നമ്മൾ റിവിഷൻ ചെയ്യണമെന്നുള്ളത് മനസ്സിൽ എപ്പോഴും നിങ്ങൾ ആലോചിച്ച് വെക്കണം കേട്ടോ. അണ്ടർസ്റ്റുഡ്? യെസ് ഗൈസ്? യെസ്, ഓക്കെ അല്ലേ? യെസ്, വെരി ഗുഡ്. ഒരു ചെറിയൊരു കാര്യം കൂടെ. എൻ്റെ ഒരു 3 സെഷൻ, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ 3 സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരുന്നതാണ്. ഓക്കെ, അപ്പൊ ആ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യാം. പ്ലസ് ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ICAയും നിങ്ങളുമായിട്ടുള്ള ലിങ്ക് എന്താണെന്നറിയോ? സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പൊ സ്റ്റഡി മെറ്റീരിയൽ ഒരു തവണയെങ്കിലും എല്ലാ സബ്ജക്റ്റിന്റെയും ഒന്ന് വായിച്ചു നോക്കണം, ഇൻക്ലൂഡിങ് അക്കൗണ്ട്സ്. ഞാൻ എന്റെ ഇന്റർമീഡിയറ്റ് സമയത്ത് അക്കൗണ്ട്സിന്റെ വരെ തിയറി പോർഷൻസ്, AS എസ്പെഷ്യലി, അതൊക്കെ ഞാൻ സ്റ്റഡി മെറ്റീരിയൽ വായിച്ചിട്ടാണ് പ്രോബ്ലത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ സ്റ്റഡി മെറ്റീരിയൽ ആണ് ICAയും നിങ്ങളുമായിട്ടുള്ള ലിങ്ക്. അപ്പൊ ICAയ്ക്ക് ചിലപ്പം 6 പേപ്പറിൽ ഒരു പേപ്പർ ഇച്ചിരിയും കൂടെ ഒന്ന് എളുപ്പമാക്കണമെന്നാണ് അവരുടെ ഒരു ഉദ്ദേശം.
എപ്പോഴും ഒരു അറ്റംപ്റ്റിൽ ഏതെങ്കിലും ഒരു പേപ്പർ ഇച്ചിരി എളുപ്പവും ഏതെങ്കിലും ഒരു പേപ്പർ ഭയങ്കര പാടും അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പം എളുപ്പമാക്കാൻ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയലുള്ള കാര്യങ്ങളും ആയിരിക്കും അവർ കൂടുതൽ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇച്ചിരി ടഫായിട്ട് തോന്നും. അപ്പൊ നിങ്ങളും ICയും തമ്മിലുള്ള ലിങ്ക് ആണ് ഈ സ്റ്റഡി മെറ്റീരിയൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റഡി മെറ്റീരിയൽ എന്തായാലും നിങ്ങൾ ഒരു തവണ വായിക്കണം. പ്ലസ് സ്റ്റഡി മെറ്റീരിയലിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ഞാൻ മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് തരും. ആ PDF ഞാൻ നിങ്ങൾക്ക് അതും ഞാൻ ഷെയർ ചെയ്യും. ഷോർട്ട് നോട്ട്സും ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ ഉള്ള ഒരു ലോങ് നോട്ട്സും ഉണ്ട്, അതും ഷെയർ ചെയ്യും. ക്വസ്റ്റ്യൻസിന്റെ ബാങ്കും ഷെയർ ചെയ്യും. എല്ലാം ഒരു സെഷൻ, അതായത് സെഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 18 മണിക്കൂറായിരിക്കും. ആ 18 മണിക്കൂറിന്റെ സെഷൻ കഴിയുമ്പോൾ ഉടനെ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാര്യം അത്രയും പോർഷൻ കവർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്. കുട്ടി കുട്ടി പോർഷൻ കവർ ചെയ്തിട്ട് നോക്കുന്നതിനെയും കാട്ടി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഞാൻ എന്തൊക്കെ ഷെയർ ചെയ്യും? സ്റ്റഡി മെറ്റീരിയൽ മാർക്ക് ചെയ്തത് ഷെയർ ചെയ്യും, പിന്നെ ഷോർട്ട് നോട്ട്സ് ഷെയർ ചെയ്യും, ലോങ് നോട്ട്സും ഉണ്ട് അതും ഷെയർ ചെയ്യാം, പിന്നെ ഞാനിപ്പോൾ എഴുതുന്ന ലെക്ചർ നോട്ട്സും ഉണ്ട് അതും ഷെയർ ചെയ്യാം, ക്വസ്റ്റ്യൻ ബാങ്കും ഉണ്ട് അത് ഷെയർ ചെയ്യാം. പിന്നെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ബേസിക്കലി RTP, MTP, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് എന്റെ ചില ക്വസ്റ്റ്യൻസ്, ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ എപ്പോഴും ICയുടെ മെറ്റീരിയലും ICയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ICയുടെ മോക്കും RTPസും ഫോക്കസ് കൊടുക്കണം. കാര്യം അതും ഒരു രണ്ടാമത്തെ സെക്കൻഡറി ലിങ്ക് ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? യെസ്, വെരി ഗുഡ് ഗൈസ്. ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം ചെയ്യണം. ഇത് നമ്മൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബുക്കിന്റെ ബാക്ക് എടുക്കുക, നോട്ട്ബുക്കിന്റെ ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തിട്ട് നമ്മൾ ഇൻഡെക്സ് എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബാക്ക് എടുത്തിട്ട് ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് കമ്പനീസ് ആക്ട് 2013 ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക. കമ്പനീസ് ആക്ട് 2013 എന്ന് പറഞ്ഞ് ഇൻഡെക്സിന്റെ ഹെഡിങ് കൊടുക്കുക. ഇൻഡെക്സിന്റെ ഹെഡിങ് കൊടുത്തിട്ട് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ചെറിയ കോളമും ഒരു വലിയ കോളവും. ഓക്കെ, ഒരു ചെറിയ കോളവും ഒരു വലിയൊരു കോളവും ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ചെയ്തതിനു ശേഷം ഈ ഫസ്റ്റ് കോളത്തിന്റെ ഹെഡിങ് സെക്ഷൻ നമ്പർ. ഓക്കെ, രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് സെക്ഷൻ ടൈറ്റിൽ. എഴുതിയോ? ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഏതൊക്കെ സെക്ഷൻസ് കവറായി, ഏതൊക്കെ സെക്ഷൻസ് ഏതൊക്കെ നമ്പറുകളാണ് എന്നുള്ള ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉപയോഗമാണെന്ന്. അപ്പൊ ഏതൊക്കെ സെക്ഷൻസ് കവറായി നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടെ നിങ്ങൾക്ക് ആ ആക്ടിനോട് നമുക്ക് ഫെമിലിയർ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച സെക്ഷൻസ് ഒക്കെ ആയിരിക്കും എഴുതുന്നത്. നമ്മൾ പഠിച്ചത് സെക്ഷൻ 1. സെക്ഷൻ 1ന്റെ കുറച്ച് ഭാഗം കൂടെ ബാക്കിയുണ്ട്, അത് ഞാൻ സമയം എത്തുമ്പോൾ പറഞ്ഞുതരാം. സെക്ഷൻ 1ന്റെ ഹെഡിങ് എന്താ? ടൈറ്റിൽ, എക്സ്റ്റെന്റ്, കമൻസ്മെന്റ്, ആപ്ലിക്കേഷൻ. യെസ്, അത് കഴിഞ്ഞിട്ട് ഏത് നോക്കിയിരുന്നു നമ്മൾ? സെക്ഷൻ 2 ക്ലോസ് 55. സെക്ഷൻ 2 ക്ലോസ് 55 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷനാ ഏതിന്റെ? മെമ്പറിന്റെ. അപ്പൊ ഇങ്ങനെ ഞാൻ പഠിപ്പിച്ച ഓരോ സെക്ഷൻസും നിങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്, നിങ്ങൾക്ക് ഒരു ഗ്രിപ്പ് കിട്ടാനാ. യെസ്, ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ ഇത് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസിൽ ഒന്നാണ്. ഓക്കെ, പിന്നെ ഏത് ഡെഫിനിഷൻ നോക്കിയിരുന്നു? KMPയുടെ ഡെഫിനിഷൻ നോക്കിയിരുന്നു. KMP ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ്. മാനേജിംഗ് ഡയറക്ടറിന്റെ ഡെഫിനിഷനും ഉണ്ട്, അത് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഇല്ല. പക്ഷെ KMP നമുക്കൊന്ന് നോക്കാം. KMP പല സ്ഥലത്തും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന, അത് നോക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എല്ലാവരും ഇതുപോലെ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കിയോ? ഇത്രയും മതി. വേണമെങ്കിൽ മറ്റേ എക്സ്ട്രാ സെക്ഷൻ 2 ക്ലോസ് 18 സെക്ഷൻ 2 ക്ലോസ് 19 എഴുതാം. പക്ഷെ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഒരിക്കലും എക്സാമിന് ചോദിക്കും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തോ? യെസ്. അപ്പൊ നോട്ട്ബുക്കിന്റെ ബാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
ഒരു 5 പേജസ് ഇതിനു വേണ്ടി വിടണം. മനസ്സിലായോ? 6ാമത്തെ പേജ് തൊട്ട് നമ്മൾ വേറൊരു സാധനത്തിന്റെ ഇൻഡെക്സ് ആയിരിക്കും എഴുതാൻ പോകുന്നത്. അതെന്താന്ന് സമയം എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ഇൻഡെക്സ് ഉണ്ടാക്കുന്നു, കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻസിന്റെ. അത് കൂടാതെ വേറൊരു ഇൻഡെക്സ് ഉണ്ടാക്കും, അത് 5 പേജ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കും. ഓക്കെ? അപ്പൊ ബാക്കിൽ നിന്ന് 5 പേജസ് ഉണ്ടാവും ഇൻഡെക്സിന്, പിന്നെ വേറൊരു ഇൻഡെക്സിനും ഉണ്ടാവും. ഓക്കെ? അപ്പൊ 5 പേജസ് എന്തായാലും കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻസിന്റെ ഇൻഡെക്സ് ആണ്. എല്ലാവർക്കും മനസ്സിലായോ? യെസ്. ഓക്കെ. കഴിഞ്ഞ സെഷനിൽ ചില സ്റ്റുഡൻസിന് ചില ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഡൗട്ടുകളും കൂടി ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഫ്രഷ് ടോപ്പിക്കിലോട്ട് പോകാം. ഡൗട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ കമ്പനിയിൽ നമ്മൾ 50 പേര് മെമ്പേഴ്സ് ഉണ്ട്. യെസ്, നമ്മൾ 50 പേര് മെമ്പേഴ്സ് ഉണ്ട്. മെമ്പർ എങ്ങനെയാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാകുന്നത്? ഒന്നെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാൻഡം ആണെങ്കിൽ നിങ്ങൾ മെമ്പർ ആകും, പ്ലസ് നിങ്ങൾ ഷെയർ മേടിക്കുമ്പോൾ എന്ത് കൊടുക്കും? കൺസെന്റ് കൊടുക്കും, റിട്ടേൺ കൺസെന്റ് കൊടുക്കും. എന്താകാൻ? മെമ്പർ ആകാൻ. അപ്പൊ നിങ്ങളും എന്താവും? മെമ്പർ ആവും. അപ്പൊ 2 രീതിയിലാണ് ഒരു കമ്പനിയിൽ വ്യക്തികൾ മെമ്പർ ആവുന്നത്. ആണോ? യെസ്. നമ്മൾ 50 പേര് മെമ്പേഴ്സിൽ നിന്ന് 3 പേരെ ഡയറക്ടേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കും. ഓർക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ അല്ല, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത്. ആരൊക്കെയാ ഡയറക്ടേഴ്സ്? ഒന്ന് ഞാനാണ് ഡയറക്ടർ, ഒന്ന് സന, ഒന്ന് ഗോതം. യെസ്, ഓർക്കുന്നുണ്ടോ? ഇവിടെ വെച്ചൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. എങ്ങനെയാണ് ഞാൻ മാനേജിംഗ് ഡയറക്ടർ ആയത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. ഡയറക്ടേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന ആരാ? മെമ്പേഴ്സ് ആണ് ഡയറക്ടേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. എല്ലാവർക്കും പറഞ്ഞ കിട്ടിയല്ലോ. അപ്പോ ഹൂ സെലക്ട്സ് ദ ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി? ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി, ദേ സെലക്ട് ദ ഡയറക്ടേഴ്സ്. അണ്ടർസ്റ്റുഡ്? യെസ്. യൂഷ്വലി ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരാകുമെന്ന് വെച്ചാൽ കമ്പനിയുടെ അകത്തുള്ള മെമ്പേഴ്സ് തന്നെയാണ് ഡയറക്ടേഴ്സ് ആവുന്നത്. നിർബന്ധമില്ല. അപ്പൊ ഡയറക്ടർ ആവാൻ മെമ്പർ ആവാൻ നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു എക്സാമ്പിൾ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. കമ്പനിയുമായിട്ട് യാതൊരു, ഇൻഡിപെൻഡന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാ, ബന്ധമില്ലാത്തത്. കമ്പനിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് വരുന്നത്. ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ റോൾ എന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾ ഫൈനലിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ ചെറുതായിട്ട് ഇവിടെ ഇന്റർവ്യൂ ഒരു സെക്ഷൻ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? അപ്പൊ നമ്മളെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരൊക്കെയാ? ഞാനുണ്ട്, സനയുണ്ട്, ഗൗതമുണ്ട്. നമ്മൾ 3 പേരും കൂടെ പങ്കെടുക്കുന്ന മീറ്റിങ്ങിനെയാണ് ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. യെസ്. ഈ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ ഒരു തീരുമാനം എടുത്തു. സനയെ നമ്മളുടെ കമ്പനിയുടെ ബോർഡിന്റെ ചെയർപേഴ്സൺ ആക്കാൻ. അപ്പോ ഒരു കമ്പനിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർവുമൺ അല്ലെങ്കിൽ ചെയർമാൻ എങ്ങനെയാണ് എലക്ട് ആവുന്നത്? ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഇടയിൽ നിന്ന് ഒരാളെ ചെയർപേഴ്സൺ ആയിട്ട് എലക്ട് ചെയ്യും. അപ്പൊ ഞാനും ഗൗതമും ആരെ തന്നെ സജസ്റ്റ് ചെയ്തു? സനനെ തന്നെ. സനയും ഓക്കെ ആയിരുന്നു എന്താകാൻ? ചെയർപേഴ്സൺ ആകാൻ. അങ്ങനെയാണ് സന എന്തായത്? ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി ആയത്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മളുടെ മുകേഷ് അംബാനിയും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർപേഴ്സൺ ഒക്കെ ആയത്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ അത് ക്ലാരിറ്റി വന്നല്ലോ. എങ്ങനെയാണ് സന ചെയർപേഴ്സൺ ആയതെന്ന്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെ മീറ്റിംഗിലൂടെ അവരുടെ ഇടയിലുള്ള ഒരാളെ എന്തായിട്ട് സെലക്ട് ചെയ്യും? ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർവുമൻ അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് ദ ബോർഡ് ആയിട്ട് സെലക്ട് ചെയ്യും. അത് ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി എന്നും പറയാം, ചെയർപേഴ്സൺ ഓഫ് ദ ബോർഡ് എന്ന് പറയാം. യഥാർത്ഥത്തിൽ ചെയർപേഴ്സൺ ഓഫ് ദ ബോർഡ് എന്നാ പറയുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് ദ ബോർഡ് അല്ലെങ്കിൽ ചെയർവുമൻ ഓഫ് ദ ബോർഡ്. എല്ലാവർക്കും മനസ്സിലായോ? യെസ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞേ? ഒരു കമ്പനിയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ട് ആരോട്ട് പോകും? സിഇഒയിലോട്ട് പോകും. ആണോ? ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് അതോറിറ്റി, ദ ലൈൻ അതോറിറ്റി. നെക്സ്റ്റ് ലൈൻ അതോറിറ്റി ഇസ് സിഇഒ. സിഇഒ കഴിഞ്ഞാൽ കമ്പനി പല എന്തായിട്ട് ഡിവൈഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞു? പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ആവും. ആണോ? യൂഷ്വലി ഉണ്ടാകുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ആണോ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഫിനാൻസ് മാനേജർ. നമുക്ക് വേണമെങ്കിൽ ഫിനാൻസ് മാനേജറിനെ എന്ത് വാക്ക് വെച്ച് വിളിക്കാം? CFO എന്നുള്ള വാക്ക് വെച്ച് വിളിക്കാം. പിന്നെ സെയിൽസ് മാനേജർ, പിന്നെ പർച്ചേസ് മാനേജർ. ആണല്ലോ? ഇത് ഞാൻ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ ഞാൻ വരച്ച് കാണിച്ചതല്ലേ? യെസ്. ഈ CEO എന്ന് പറഞ്ഞാൽ ആരാ? ഹയസ്റ്റ് പേഴ്സൺ ഇൻ മാനേജ്മെന്റ്. കമ്പനിയെ മൊത്തത്തിൽ, കമ്പനിയുടെ ബിസിനസ് മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ഹെഡ് ആണ് സിഇഒ. ആണോ? യെസ്. സിഇഒയും MDയും ഒന്നാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം അവിടെ റോൾ ഒന്നാ, രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്നാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, കർണാടകയുടെ ചീഫ് മിനിസ്റ്ററും കേരളയുടെ ചീഫ് മിനിസ്റ്ററിന്റെ റോൾ ഒന്നാ. ഒരാൾ കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിനെ
ഭരിക്കുന്നു, ഒരാൾ കേരള എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഭരിക്കുന്നു. രണ്ടുപേരുടെ റോൾ ഒന്നാ. അതുപോലെ സിഇഒയും എം ഡിയും ഒരു രീതി പറഞ്ഞാൽ റോൾ ഒന്നാ, മാനേജ്മെന്റ് ഹെഡാണ്. പക്ഷെ എപ്പോഴാണ് ഒരാളെ എം ഡി എന്ന് വിളിക്കുന്നത്, എപ്പോഴാണ് ഒരാളെ സിഇഒ എന്ന് വിളിക്കുന്നത്? സിഇഒ എന്ന് പറയുന്നത് എപ്പോഴും ഔട്ട്സൈഡ് ഹയർ ആയിരിക്കും. അതായത് ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള ഒരാളല്ല മാനേജ്മെന്റ് ഹെഡ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി വെളിയിൽ നിന്ന് വന്ന വ്യക്തിയാണ്, അയാളെ എംപ്ലോയ്മെന്റിലോട്ട് എടുത്ത വ്യക്തിയാണ്, അയാൾ ഒരു ഔട്ട്സൈഡ് ഹയർ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഞാനുണ്ട്, സനയുണ്ട്, ഗൗതമുണ്ട്. നമ്മൾ മൂന്നുപേരും കൂടെ തീരുമാനിച്ചു മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാളെ സിഇഒ ആക്കാൻ. അപ്പൊ മിസ്റ്റർ എക്സ് എന്തല്ല, നമ്മുടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പർ ഒന്നും അല്ല, ഡയറക്ടർ അല്ല, കമ്പനിയുടെ മെമ്പറും അല്ല, ഡയറക്ടറും അല്ല, ഒന്നുമല്ല. അപ്പൊ ഹീസ് എൻ ഔട്ട്സൈഡ് ഹയർ എന്ന് പറയും. വെളിയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്, അയാളെ സിഇഒ ആയിട്ട് നിയമിച്ചു. സിഇഒ ആയിട്ട് നിയമിച്ചാൽ അയാൾക്ക് എന്ത് പവർ കിട്ടും? കമ്പനിയുടെ ബിസിനസിന്റെ ഹെഡായിട്ട് ഇരിക്കാനുള്ള പവർ കിട്ടും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ സിഇഒ എന്താണ്? എപ്പോഴും ഒരു ഔട്ട്സൈഡ് ഹയർ ആണ്. പക്ഷെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഹെഡാ, പക്ഷേ ഹീസ് വൺ ഓഫ് ദ ഡയറക്ടേഴ്സ്. ആണോ? ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് എടുത്തിട്ടുണ്ട്? ഞാൻ ബിടെക് എടുത്തിട്ടുണ്ട്, പ്ലസ് MBA എടുത്തിട്ടുണ്ട്, പ്ലസ് എനിക്ക് എന്തുണ്ട്? എക്സ്പീരിയൻസ് ഉണ്ട്. ഏത് ഫീൽഡിൽ? എയർലൈൻസ് ഫീൽഡിൽ. അപ്പം എന്നെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തായിട്ട് നിയമിച്ചു? ഞാൻ ഉൾപ്പെടെ അതിന് സമ്മതിച്ചു, മാനേജ്മെന്റ് ഹെഡായിട്ട് നിയമിച്ചു. അങ്ങനെ നിയമിക്കുമ്പോൾ എന്നെ സിഇഒ എന്നല്ല വിളിക്കുന്നത്, മാനേജിംഗ് ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത്. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? മാനേജിംഗ് ഡയറക്ടർ മാനേജ്മെന്റ് ഹെഡാണ്, പ്ലസ് അദ്ദേഹം ഡയറക്ടറുമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് മാനേജിംഗ് ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? യെസ്. നമ്മളുടെ ഇടയിൽ ഗൗതമുണ്ട്. ഗൗതം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ ഗൗതമിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആക്കാം. അപ്പൊ ആരാണ് CFO ആയിട്ടിരിക്കുന്നത്? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ ഡയറക്ടറായ ഗൗതം. അപ്പൊ ഗൗതം എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. രണ്ട് ടൈപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട്, വേണമെങ്കിൽ ബ്രോഡ് ആയിട്ട് പറയാം. രണ്ട് ടൈപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, നോൺ എക്സിക്യൂട്ടീവ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ടർ ആണ്, പ്ലസ് മാനേജ്മെന്റിൽ പങ്കെടുക്കുന്നു. അപ്പൊ നോൺ എക്സിക്യൂട്ടീവോ? ഡയറക്ടർ ആണ്, പക്ഷേ മാനേജ്മെന്റിൽ പങ്കെടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിൽ 3 ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാനുണ്ട്, സനയുണ്ട്, ഗൗതമുണ്ട്. ഇതിൽ സന ഡയറക്ടർ ആണ്, ഈവൻ ചെയർപേഴ്സൺ ആണ്, പക്ഷെ സന എന്ത് ചെയ്യുന്നില്ല? മാനേജ്മെന്റിൽ പങ്കെടുക്കുന്നില്ല, ബിസിനസിന്റെ മാനേജ്മെന്റിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് സനനെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് വിളിക്കും. ഞാനും ഗൗതമും നമ്മൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു, കമ്പനിയുടെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഡെയിലി നോക്കി നടത്തുന്നു. അതുകൊണ്ട് നമ്മൾ ഡയറക്ടറാണ്, പ്ലസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്ന് പറയും. മനസ്സിലായോ? നമ്മളെ ടൈപ്പ് ഏതാന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ? പ്രശ്നമില്ലല്ലോ? വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഹെഡിങ്ങിലോട്ട് പോവാം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഫ്രഷ് പേജ് ഒന്ന് എടുക്കാം. ഒരു ഫ്രഷ് പേജ് എടുക്കാം. യെസ്. ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇച്ചിരി ഒന്ന് സ്പീഡിൽ അങ്ങ് പോകും. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്ക് തന്നെയാണ്, ഫൗണ്ടേഷനിലും പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കും. എന്നിട്ട് അത് 6 ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യണേ. 6 ഡിവിഷൻസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് 6 ഡിവിഷൻസ് ഉണ്ട്. 6 ഉണ്ട്. രണ്ട്, മൂന്ന്, 4, 5, 6. 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണേ. 6 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണേ. ഡിവൈഡ് ചെയ്തോ? ഓരോത്തിന്റെ താഴെ എഴുതിക്കോ. അതിന് താഴെ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, രണ്ടാമത്തിന് താഴെ ഓൺ ദ ബേസിസ് ഓഫ് liability of members, മൂന്നാമത്തിന്റെ താഴെ ഓൺ ദ ബേസിസ് ഓഫ് number of members, നാലാമത്തിന്റെ താഴെ ഓൺ ദ ബേസിസ് ഓഫ് control, അഞ്ചാമത്തിന് താഴെ ഓൺ ദ ബേസിസ് ഓഫ് access to capital.
access to capital, last other companies, yes, അങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്തേ, 6 ആയിട്ട് ഡിവൈഡ് ചെയ്തേ. എല്ലാവരും ചെയ്യുന്നതാണ്, ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അടുത്തതിലോട്ട് പോവാം. വരച്ചതിന് ശേഷം നമ്മൾ ഈ ആദ്യം എഴുതിയില്ലേ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, അത് ഒന്നും കൂടെ എടുത്തെഴുതണം, നടുക്ക് എഴുതിക്കോ. ഓൺ ദ ബേസിസ് ഓഫ്, യെസ്, ആരുടെയോ മൈക്ക് ഓൺ ആയിപ്പോയി, മൈക്ക്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, okay. On the basis of incorporation, എഴുതിയിട്ട് ഇതൊന്ന് 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണേ. ഒന്ന് 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണേ. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണേ. മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണേ. ആദ്യത്തിന്റെ താഴെ on the basis of incorporation, ആദ്യത്തിന്റെ താഴെ രജിസ്റ്റേർഡ് കമ്പനി എഴുതും. രജിസ്റ്റേർഡ് കമ്പനീസ് എഴുതിക്കും. രജിസ്റ്റേർഡ് കമ്പനീസ്. രണ്ടാമത്തിന്റെ താഴെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എഴുതിക്കും. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. മൂന്നാമത്തിന്റെ താഴെ ചാർട്ടേർഡ് കമ്പനീസ് എഴുതിക്കും. ചാർട്ടേർഡ് കമ്പനീസ് എഴുതിയോ? ഇത് ഓരോന്നും എന്താന്ന് പറഞ്ഞു തരാം. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്താണ് രജിസ്റ്റേർഡ് കമ്പനി? ഇതൊരു ടൈപ്പ് ഓഫ് കമ്പനി. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്ട് 1913 അതായത് കുറെ പഴയ പ്രീവിയസ് കമ്പനീസ് ആക്ട്, ഇതിൽ ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള കമ്പനി ആണെങ്കിൽ അവരെ രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയും. ഇന്ത്യയിലുള്ള 99% കമ്പനീസും രജിസ്റ്റേർഡ് കമ്പനീസാണ്. എങ്ങനെയാണ് ആ കമ്പനി രജിസ്ട്രേഷൻ എടുത്തത്? കമ്പനീസ് ആക്ടിൽ പറയുന്ന ഇൻകോർപ്പറേഷന്റെ പ്രൊസീജിയർ ഫോളോ ചെയ്തോളൂ. മനസ്സിലായോ? അപ്പൊ എന്താണ് രജിസ്റ്റേർഡ് കമ്പനി? A company which has been registered and incorporated under the Companies Act 2013 or Companies Act 1956 or Companies Act 1913 or Companies Act 1866, അതായത് പ്രീവിയസ് കമ്പനീസ് ആക്ടുകൾ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അതൊരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. കാര്യം അത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്ട്രേഷൻ എടുത്തതാണ്. ഇൻഫോസിസ് ലിമിറ്റഡ്, അതും ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. കാര്യം അത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്ട്രേഷൻ എടുത്ത കമ്പനിയാണ്. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? സിമ്പിൾ അല്ലേ? ഇപ്പൊ ഇന്ത്യയിലുള്ള മിക്ക കമ്പനീസും ഏത് കാറ്റഗറിയാ? രജിസ്റ്റേർഡ് കമ്പനീസാണ്. അൺരജിസ്റ്റേർഡ് കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ഫൈനലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അൺരജിസ്റ്റേർഡ് കമ്പനി നോക്കണ്ട. അടുത്തുള്ള സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി? ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്റ്റാറ്റ്യൂട്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോ എന്നാണ് അർത്ഥം. ഓക്കെ, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലോ. ഓക്കെ, അപ്പോ ഒരു എന്റിറ്റീനെ സൃഷ്ടിച്ചു. ഓക്കെ, കമ്പനീസ് ആക്ട് വെച്ചല്ല, വേറെ ഏതോ ആക്ട് വെച്ച്. അതിന് അതിൻ്റെതായ ഒരു സെപ്പറേറ്റ് ആക്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ RBI ഇല്ലേ, RBIക്ക് സെപ്പറേറ്റ് ഒരു ആക്ട് ഉണ്ട്. ഏത് ആക്ടാ? RBI ആക്ട് ഓഫ് 1934. അതേപോലെ സെബി ഇല്ലേ, സെബിക്ക് ഒരു സെപ്പറേറ്റ് ആക്ട് ഉണ്ട്, സെബി ആക്ട് ഓഫ് 1992. അതേപോലെ LIC ഇല്ലേ, LICക്ക് ഒരു സെപ്പറേറ്റ് ആക്ട് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ആക്ട് ഓഫ് 1956. IRDA ഇല്ലേ, അവർക്ക് ഒരു സെപ്പറേറ്റ് ആക്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി കോർപ്പറേറ്റ്. ബോഡി കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ എന്താ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഓർക്കുന്നുണ്ടോ? ഞാൻ ബോഡി കോർപ്പറേറ്റ് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിരുന്നു ഇന്നലത്തെ സെഷനിൽ. ഇന്നലത്തെ അല്ല, മെനങ്ങാത്ത സെഷനാണ്, സോറി, മെനങ്ങാത്ത സെഷനിൽ. ഓർക്കുന്നുണ്ടോ? യെസ്. അപ്പൊ ഈ ബോഡി കോർപ്പറേറ്റ് അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് അവരുടേതായ ഒരു ആക്ട് ഉണ്ട്. മനസ്സിലായോ? RBIക്ക് RBIയുടെ തന്നെ ആക്ട് ഉണ്ട്. ആ ആക്ട് വെച്ചാണ് RBIനെ സൃഷ്ടിച്ചത്. ICIക്ക് ICIയുടെ തന്നെ ആക്ട് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949. അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949 പ്രകാരം ആണ് ICI എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തന്നെ ഫോം ചെയ്തത്.
മനസ്സിലായോ? അപ്പൊ അതെന്താവും? ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവും, ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോഡി കോർപ്പറേറ്റ് ആവും, ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആവും. മനസ്സിലായോ? അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്താന്ന് വെച്ചാലേ ഒരു സെപ്പറേറ്റ് ആക്ട് വെച്ചൊരു എന്റിറ്റീനെ സൃഷ്ടിച്ചു. ആ എന്റിറ്റീനെ സൃഷ്ടിച്ചപ്പോൾ അതൊരു കമ്പനി ആയിട്ടാണ് സൃഷ്ടിച്ചത്. അങ്ങനത്തെ എന്റിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിന്റെ പ്രത്യേകത എന്താ? ആ കമ്പനിക്ക് കമ്പനീസ് ആക്ടും ആപ്ലിക്കബിൾ ആ, പ്ലസ് അതിൻ്റെതായ വേറൊരു ആക്ട് ഉണ്ട്, അതും ആപ്ലിക്കബിൾ ആ. മനസ്സിലായോ? പക്ഷെ RBI കമ്പനിയല്ല, RBI ഒരു ബോഡി കോർപ്പറേറ്റാ. LIC ഒരു കമ്പനിയല്ല, ബോഡി കോർപ്പറേറ്റാ. ICI ഒരു കമ്പനിയല്ല, ബോഡി കോർപ്പറേറ്റാ. എല്ലാ ആർട്ടിഫിഷ്യൽ പേഴ്സണും കമ്പനിയല്ല. ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് കുറെ ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് കമ്പനി. LLP ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാ, RBI ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാ, അതായത് ബോഡി കോർപ്പറേറ്റാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പൊ ഒന്നും ശ്രദ്ധിക്കേണ്ട. യഥാർത്ഥത്തിൽ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിന്റെ എക്സാമ്പിൾ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെ CS ടെക്സ്റ്റ് ബുക്കിൽ RBI ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണെന്ന് പറയുന്നത്, പക്ഷെ അത് തെറ്റാ. തൽക്കാലം നിങ്ങൾ അതൊന്നും നോക്കണ്ട, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നീട്. ഓക്കെ, തൽക്കാലം ഒന്നും നോക്കണ്ട. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറ, ഈ കമ്പനിക്ക് കമ്പനീസ് ആക്ട് അല്ലാതെ അതിൻ്റെതായ ഒരു സെപ്പറേറ്റ് ഒരു ആക്ട് ഉണ്ട്, അത്രയും. മനസ്സിലായോ? അപ്പൊ ആ കമ്പനി എന്തൊക്കെ കേൾക്കണം? അതിന്റെ സെപ്പറേറ്റ് ആക്ടും കേൾക്കണം, കമ്പനീസ് ആക്ടും കേൾക്കണം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? യെസ്. അടുത്തത് ചാർട്ടേഡ് കമ്പനി എന്ന് വെച്ചാൽ എന്ത്? സി, ചാർട്ടേഡ് എന്നുള്ള വാക്കലെ ചാർട്ടർ. ചാർട്ടർ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ഉത്തരവ് പ്രകാരം, ബൈ ദി ഓർഡർ ഓഫ് ദ കിങ്. ഓക്കെ, പണ്ട് കാലത്ത് രാജഭരണമായിരുന്നു. അപ്പൊ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഒരു കമ്പനിനെ രൂപീകരിക്കണമെങ്കിൽ രാജാവ് അനുവാദം നൽകണം. അങ്ങനെ രാജാവ് അനുവാദം നൽകി രൂപീകരിച്ച കമ്പനികളെല്ലാം ചാർട്ടേഡ് കമ്പനി. മനസ്സിലായോ? പഴയ കാലത്തെ കമ്പനീസാണ്. ഇപ്പൊ അങ്ങനത്തെ കമ്പനീസ് ഒന്നുമില്ല. കാര്യം രാജഭരണമുള്ള രാജ്യങ്ങളൊക്കെ വളരെ കുറവാണ്. രാജഭരണമുള്ള രാജ്യങ്ങളിൽ വരെ അവരുടേതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഈ UAE ഉള്ള മിഡിൽ ഈസ്റ്റിലുള്ള പല കൺട്രീസിന്റെ അവിടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും രാജഭരണമാണെന്ന്. രാജഭരണം പ്ലസ് മൊണാർക്കിയ, ഇറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. അതൊക്കെ വിട്ടേരെ. സ്റ്റാറ്റ്യൂട്ടറി അല്ല, ചാർട്ടേഡ് കമ്പനി എന്ന് വെച്ചാൽ എന്താ? രാജാവിന്റെ അനുവാദ പ്രകാരം രൂപീകരിക്കപ്പെട്ട കമ്പനികൾ. അത് പണ്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഓക്കെ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, യെസ്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇതെല്ലാം ചാർട്ടേഡ് കമ്പനികളുടെ എക്സാമ്പിളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാർട്ടേഡ് കമ്പനിയുടെ അവിടെ താഴെ എക്സാമ്പിൾ ആയിട്ട് എന്ത് എഴുതാം? എക്സാമ്പിൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, എല്ലാവർക്കും പറഞ്ഞു ഡീറ്റെയിൽ. ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. കേരളയിൽ അതിനകത്ത് കുറച്ച് ഹിസ്റ്ററി വരുന്നുണ്ട്. ഒരു വലിയൊരു ഹിസ്റ്ററിയാണത്. തൽക്കാലം അത് വിട്ടേരെ, ഹിസ്റ്ററിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് കമ്പനീസ് ആക്ട് മാത്രം നോക്കിയാൽ, കമ്പനീസ് ആക്ടിൽ ഹിസ്റ്ററി നോക്കിയാൽ. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ബേസിസ് എഴുതാം. അടുത്തത് എഴുതിക്കോ. ഓൺ ദ ബേസിസ് ഓഫ് on the basis of liability of members. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഒരു കമ്പനിയുടെ ഓണേഴ്സിനെ എന്തെന്ന് വിളിക്കും? മെമ്പേഴ്സ് ആണല്ലോ. സംശയമില്ലല്ലോ? ആർക്കും സംശയമില്ലല്ലോ? യെസ്. സംശയമില്ലെങ്കിൽ ഇതും നടുക്ക് എഴുതിയിട്ട് 3 ഡിവൈഡ് ചെയ്യണം. നടുക്ക് എഴുതിയിട്ട് 3 ഡിവൈഡ് ചെയ്യണം. യെസ്, ഡിവൈഡ് ചെയ്തോ? എഴുതിക്കുക. ആദ്യത്തിന്റെ താഴെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. രണ്ടാമത്തിന് താഴെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. മൂന്നാമത്തിന് താഴെ അൺലിമിറ്റഡ് കമ്പനി. അൺലിമിറ്റഡ് കമ്പനി. ഓരോത്തിന്റെ താഴെ സെക്ഷൻസും കൂടെ നമുക്ക് എഴുതാം. സെക്ഷൻസും കൂടെ എഴുതാം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന്റെ സെക്ഷനാണ് സെക്ഷൻ 2 ക്ലോസ് 22. ഗ്യാരണ്ടിയുടേത് സെക്ഷൻ 2 ക്ലോസ് 21. അൺലിമിറ്റഡ് സെക്ഷൻ 2 ക്ലോസ് 92. എഴുതിയത് കുറവാക്കി. ഓക്കെ, 2 ക്ലോസ് 92 ബ്രാക്കറ്റ് ഇട്ടതും കുറവാക്കി. ശരി, എഴുതിയോ?
എഴുതിയോ ഗൈസ്? അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, ശമ്പുടെ വീഡിയോ ഓൺ ആയി കയറിയത്. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, വീഡിയോ ഓഫ് ആയി കേട്ടോ, കുഴപ്പമില്ല. യെസ്, ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് 3 ടൈപ്പ് കമ്പനീസ് ഉണ്ട്. ഏതൊക്കെയാ അത്? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി. അപ്പൊ ചോദ്യം ഇതാണ്, എന്തൊക്കെയാണിത്? ഈ ടൈപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്താന്ന് വെച്ചാല്, ഒരു കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡോക്യുമെന്റ്സ് ഏതൊക്കെയാ? MOA, AOA. എന്നാൽ ഈ MOA ഞാൻ ചെറുതായിട്ട് പറഞ്ഞു തന്നു. MOA ഏത് സെക്ഷൻ ആണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 4 ആണ്. AOA ഏത് സെക്ഷൻ ആണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 5 ആണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് MOA AOA എന്താന്ന് പറയുന്നത് സെക്ഷൻ 4ഉം 5ഉം. അപ്പൊ സെക്ഷൻ 4ൽ MOA എന്താന്ന് പറയുന്നത് അതിന്റെ കണ്ടന്റ്സ് പറയുന്നു. MOAയുടെ കണ്ടന്റ്സിനകത്ത് എന്തൊക്കെ വരും ഗൈസ്? ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെ വരും? നെയിം ക്ലോസ് വരുമെന്ന് ഞാൻ പറഞ്ഞു. യെസ്, നെയിം ക്ലോസ് വരും. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് വരുമെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. ഒബ്ജക്ട് ക്ലോസ് വരുമെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഒബ്ജക്ട് ക്ലോസ്. പിന്നെ വരുന്നത് ലയബിലിറ്റി ക്ലോസ്. ഈ ക്ലോസിൽ, MOയിലുള്ള ഈ ക്ലോസിൽ മെമ്പേഴ്സിന്റെ ലയബിലിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. മെമ്പേഴ്സിന്റെ ലയബിലിറ്റിയെ പറ്റിയിട്ട്. ഓക്കെ, അത് ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ്. യെസ്, എന്നാലേ ലിമിറ്റഡ് ആണെങ്കിൽ അത് ഒന്നെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആകാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകാം. അപ്പൊ എന്താണ് ലിമിറ്റഡ് ബൈ ഷെയർസ്? ഇത്രയേ ഉള്ളൂ. നമ്മൾ 50 പേരുള്ള കമ്പനി ആണോ? നമ്മൾ 50 മെമ്പേഴ്സാണ്. അപ്പൊ ഞാനൊരു മെമ്പർ, നിങ്ങൾ എല്ലാവരും ഒരു മെമ്പർ ആണോ? നമ്മൾ 50 മെമ്പേഴ്സാണ്. ഞാനെന്ന് പറഞ്ഞ മെമ്പർ നമ്മളെ കമ്പനിയിൽ ഷെയർ എടുത്തിട്ടുണ്ട്. കമ്പനിയുടെ ഷെയർ എടുത്തിട്ടുണ്ട്. കമ്പനിയുടെ ഷെയറിലോട്ട് ക്യാപിറ്റൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിലെ 10 ലക്ഷമാണ് ടോട്ടൽ ക്യാപിറ്റൽ. നമ്മളെ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാ? 10 ലക്ഷം രൂപയാണ്. ഇതിൽ 6 ലക്ഷം രൂപ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലാണ്. 4 ലക്ഷം രൂപ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലാണ്. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ 49 പേര്, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ചേർത്തിട്ട പൈസയാണ് 10 ലക്ഷം. അതിൽ 6 ലക്ഷം ഞാനാണ് ഇട്ടത്. മനസ്സിലായോ? അപ്പൊ എന്റെ എന്തുണ്ടെന്ന് പറയാം? 6 ലക്ഷത്തിന്റെ ഷെയർ ഉണ്ടെന്ന് പറയാം. ആണോ? 6 ലക്ഷത്തിന്റെ ഷെയർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 6 ലക്ഷം കമ്പനിക്ക് കൊടുക്കും. അതാണ് എന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ആണോ? നമ്മളെ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ 10 ലക്ഷമാണ്. ആണല്ലോ? അപ്പൊ ഞാൻ കമ്പനിയുടെ എത്ര ഷെയർ എടുത്തിട്ടുണ്ട്? 6 ലക്ഷം രൂപ വില വരുന്ന ഷെയർ എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ഇതുവരെ കമ്പനിക്ക് കൊടുത്തത് 4 ലക്ഷം രൂപയാണ്. ഞാൻ എത്ര കൊടുക്കാനുണ്ട്? 6 ലക്ഷം. പക്ഷെ ഇതുവരെ ഞാൻ എത്ര കൊടുത്തത്? 4 ലക്ഷം. അപ്പൊ എനിക്കിനി എത്ര രൂപയും കൂടെ കൊടുക്കാനുണ്ട്? 2 ലക്ഷം. അതാണ് എന്റെ ലയബിലിറ്റി. അത്രേ ഉള്ളൂ. അതാണ് എന്റെ ലയബിലിറ്റി. സോ ആസ് എ മെമ്പർ എന്റെ ലയബിലിറ്റി എന്താന്ന് വെച്ചാൽ, ഞാൻ എത്ര രൂപയുടെ ഷെയർ ആണോ എടുത്തത് അത്രയും രൂപ കൊടുക്കണം. ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതാണ് എന്റെ ലയബിലിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയില്ലേ, നമ്മൾ 50 മെമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി, അത് 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ വെച്ച് ബിസിനസ് ചെയ്തു. ഒരു 5 വർഷം ബിസിനസ് ചെയ്തു എന്ന് വിചാരിച്ചോ. എത്ര വർഷം ബിസിനസ് ചെയ്തു? 5 വർഷം ബിസിനസ് ചെയ്തു. 5 വർഷം ബിസിനസ് ചെയ്തപ്പോ ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് ഒരു 1 കോടി രൂപയുടെ ടോട്ടൽ അസറ്റ്സ് ഉണ്ട്. ലയബിലിറ്റി പക്ഷേ 1.5 കോടി രൂപയുടെ ലയബിലിറ്റിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമ്മളുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എത്രയേ ഉള്ളൂ? 1 കോടി. നമ്മളെ കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റീസ് എത്രയുണ്ട്? 1.5 കോടി. അതിന്റെ അർത്ഥം നമ്മളുടെ കമ്പനി എന്താണെന്നറിയോ? ഇൻസോൾവെന്റ് ആണെന്ന് പറയും. അപ്പൊ ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസോൾവെൻസി അല്ലെങ്കിൽ ഇൻസോൾവെന്റ് എന്ന് പറയുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ ഇൻസോൾവൻസി എന്ന് പറഞ്ഞ സാഹചര്യം. അപ്പൊ ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആണ്. ഈ സിറ്റുവേഷനിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ടോട്ടൽ ലയബിലിറ്റി നിങ്ങളുടെ ടോട്ടൽ അസറ്റ്സിനെയും കാട്ടി കൂടുതലാണ്. മനസ്സിലായോ? സോ ഇൻസോൾവൻസി ഈസ് ഓൾവേസ് എ സിറ്റുവേഷൻ വേർ യുവർ ടോട്ടൽ ലയബിലിറ്റീസ് ഇസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ അസറ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, യൂഷ്വലി ബിസിനസ്സിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ബിസിനസ് മുന്നിലോട്ട് പോകത്തില്ല. കാര്യം എന്താ? ഇനി വീണ്ടും മുന്നിലോട്ട് പോവുകയാണെങ്കിൽ ലയബിലിറ്റീസ് കൂടും, അസറ്റ്സ് തികയത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വീണ്ടും വീണ്ടും വലുതായി വരും. ഒരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയത് ലോസുകൾ കാരണം. കടം മേടിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പൈസ ഇല്ലാത്തതോ? പൈസ എന്താ ഇല്ലാത്തത്? ലോസ് കാരണം. കാര്യം റവന്യൂ വരുന്നുണ്ട്, പക്ഷെ ചെലവിനെയും കാട്ടി കൂടുതലാണ്
സോറി വരവിനെയും കാട്ടി കൂടുതലാണ് ചെലവ്. അതുകൊണ്ട് നഷ്ടം കൂടി 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 പൈസ ഇല്ലാതായി. പൈസ നമ്മൾ പിന്നെ കടം മേടിച്ച് അവസാനം ലയബിലിറ്റീസ് അങ്ങ് കൂടി അസറ്റ്സിനെയും കാട്ടി. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻസോൾവൻസി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇൻസോൾവൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ ടോട്ടൽ ലയബിലിറ്റീസ് ടോട്ടൽ അസറ്റ്സിനെയും കാട്ടി കൂടുതലാണ്. നമ്മൾ ബിസിനസ് ഇൻസോൾവൻസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നോർമലി എന്ത് ചെയ്യത്തില്ല? ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യത്തില്ല. ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്താൽ വീണ്ടും വീണ്ടും ഈ ഇൻസോൾവൻസി വീണ്ടും വീണ്ടും കൂടും. അപ്പൊ നമ്മൾ ആ ബിസിനസ് അടച്ചുപൂട്ടാൻ പോകും. അപ്പൊ നമ്മളുടെ കമ്പനി നമ്മൾ 5 വർഷം മുമ്പ് 10 ലക്ഷം വെച്ച് സ്റ്റാർട്ട് ചെയ്തത് 5 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ ടോട്ടൽ അസറ്റ്സ് 1 കോടി, അതിന്റെ ടോട്ടൽ ലയബിലിറ്റീസ് 1.5 കോടി. നമ്മൾ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്ത്, നമ്മൾ 50 പേര് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്, നമ്മൾ 50 പേരും കൂടെ ഒരു തീരുമാനം എടുത്ത് എന്ത് ചെയ്യാന്ന്? ബിസിനസ് അടച്ചുപൂട്ടാന്ന്. ബിസിനസ് എന്ത് ചെയ്യാന്ന്? ബിസിനസ് അടച്ചുപൂട്ടാന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് തീരുമാനം എടുക്കും? ബിസിനസ് അടച്ചുപൂട്ടാൻ. ബിസിനസ് അടച്ചുപൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ അസറ്റ്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് വിൽക്കും. ആ വിൽക്കുന്നതിനെയാണ് ലിക്വിഡേഷൻ എന്നൊക്കെ പറയുന്നത്. ലിക്വിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ അസറ്റ്സ് എല്ലാം ഓരോന്നെടുത്ത് വിറ്റു. അപ്പൊ 1 കോടിയുടെ അസറ്റ്സ്, കമ്പനിയുടെ അസറ്റ്സ് എല്ലാം കമ്പനി എടുത്ത് വിറ്റു. 1 കോടി രൂപ കൈ കിട്ടി. ഈ 1 കോടി രൂപ കമ്പനി കൈ കിട്ടിയത് 1.5 കോടി രൂപയുടെ ലോണും ബാങ്കിലെ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ നോക്കിയിട്ടും എത്ര കടം ഇനിയും ബാക്കിയുണ്ട്? ഒരു 50 ലക്ഷം രൂപയുടെ കടം ഇനിയും ബാക്കിയുണ്ട്. കമ്പനിക്ക് എന്തെങ്കിലും അസറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ചോദ്യം ഇതാണ്, മെമ്പേഴ്സിന്റെ അടുത്തുനിന്ന് വീട്ടിൽ പോയി അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ആ പൈസ എടുത്തുകൊണ്ട് വരാൻ ചോദിക്കാൻ പറ്റും? ആൻസർ പറ്റില്ല. അതെന്തുകൊണ്ടാ? മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താ? അവർ എത്ര രൂപയുടെ ക്യാപിറ്റൽ ആണോ എടുത്തത്, ആ ക്യാപിറ്റലിന്റെ പൈസ അവർ കമ്പനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇനി അവർ ഒരു പൈസയും തരേണ്ട ആവശ്യമില്ല. കമ്പനി ഇൻസോൾവൻസി ആണെങ്കിലും, കമ്പനിക്ക് 1 രൂപ പോലും കയ്യിലില്ലെങ്കിലും, കമ്പനിക്ക് കടങ്ങളാണെങ്കിലും, മെമ്പറിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് 1 രൂപ പോലും കമ്പനിയുടെ കടങ്ങളും കമ്പനിയുടെ ലയബിലിറ്റീസും കൊടുത്തു തീർക്കാൻ വേണ്ടി ഒരു കോടതി വിളിക്കത്തുമില്ല. ഒരു കോടതിയിൽ അങ്ങനെ ഒരു ഓർഡർ എടുത്തുമില്ല. അങ്ങനെ ഒരിക്കലും ഒരു സിറ്റുവേഷൻ വരുത്തുമില്ല. കാര്യം മെമ്പറിന്റെ ലയബിലിറ്റി തീർന്നു കഴിഞ്ഞു. കാര്യം മെമ്പർ എടുത്ത ക്യാപിറ്റൽ മൊത്തത്തിൽ മെമ്പർ എന്തായി കൊടുത്തു? പൈസയായിട്ട് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ മെമ്പറിന്റെ ലയബിലിറ്റി തീർന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഒരു കമ്പനിയുടെ മെമ്പറിന്റെ ലയബിലിറ്റി മിക്കപ്പോഴും ഒരു 99% ലിമിറ്റഡാ. അത് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് യൂഷ്വലി എങ്ങനെയാ? ലിമിറ്റഡ് ബൈ ഷെയർസ്. അതിന്റെ അർത്ഥം എന്താ? ഫോർ എക്സാമ്പിൾ, ഞാൻ 6 ലക്ഷം അല്ലേ നമ്മളെ കമ്പനിക്ക് കൊടുത്തേ, കമ്പനിയുടെ ക്യാപിറ്റൽ എടുത്തത്. അതിൽ 4 ലക്ഷം അല്ലേ ഞാൻ ഇതുവരെ കൊടുത്തത്. അപ്പൊ ഞാൻ ഇനി എത്ര രൂപയും കൂടെ കൊടുക്കാനുണ്ട്? 2 ലക്ഷം. ഈ 2 ലക്ഷം വേണമെങ്കിൽ കമ്പനിക്ക് എന്നോട് ചോദിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 2 ലക്ഷം കൊടുക്കും കമ്പനിക്ക്. കമ്പനി ആ 2 ലക്ഷം ഉപയോഗിച്ചിട്ട് ബാങ്കിന് വീണ്ടും ബാങ്കിലോട്ട് അത് അടയ്ക്കും. ബാങ്കിലോട്ട് അടയ്ക്കുമ്പോൾ വീണ്ടും 48 ലക്ഷം രൂപ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ ഈ 48 ലക്ഷം രൂപ ഇനി എന്ത് ചെയ്യും? ഇനി ആരോടും ചോദിക്കാൻ പറ്റില്ല. കാര്യം എല്ലാവരും തരാനുള്ള പൈസ തന്നു. എല്ലാ മെമ്പേഴ്സും അവരെടുത്ത ക്യാപിറ്റലിന്റെ പൈസ തന്നു. അതിന്റെ അർത്ഥം മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുക. മെമ്പേഴ്സിന്റെ എത്ര വരെയാണ് ലയബിലിറ്റി വരുന്ന കമ്പനിയിൽ നിന്ന്? മെമ്പേഴ്സ് എടുത്ത ക്യാപിറ്റലിന്റെ വാല്യൂ വരെ. മെമ്പേഴ്സ് എടുത്ത ക്യാപിറ്റലിന്റെ വാല്യൂ 50 ലാക്സോ 30 ലാക്സോ ആണെങ്കിൽ അവർ 30 ലാക്സും 50 ലാക്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അവർ 1 രൂപ പോലും കമ്പനിക്ക് കൊടുക്കണ്ട. കമ്പനി എത്ര വലിയ നഷ്ടത്തിലോ എത്ര വലിയ ഇൻസോൾവൻസിലോ പോയാലും മെമ്പേഴ്സിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് 1 രൂപ പോലും ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എപ്പോഴും, അല്ലെങ്കിൽ ഒരു 99% കമ്പനീസിലും എങ്ങനെയാണ്? ലിമിറ്റഡാ. അതും എങ്ങനെയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. എല്ലാവർക്കും ആ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്താണെന്ന് പിടികിട്ടിയോ? നിങ്ങൾ ഓൾറെഡി ഇത് ക്ലാസ്സിൽ പലതവണ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വലിയ സ്ട്രെസ് ഇല്ലാതെ, ഞാൻ പെട്ടെന്ന് സ്ട്രെസ് ചെയ്ത് പറയാതെ ഞാൻ പെട്ടെന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും പിടികിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ വാട്ട് യു മീൻ ബൈ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ ഒരു കമ്പനീനെ വിളിക്കണമെങ്കിൽ ആ കമ്പനിയുടെ മെമ്മോറാണ്ടത്തില്, ആ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ലയബിലിറ്റി ക്ലോസിൽ വ്യക്തമായിട്ട് പറയുന്നു, the members liability is limited to any amount unpaid on the shares held by that member. എന്താണ് പറയുന്നത്? ആ കമ്പനിയുടെ, ഒരു കമ്പനീനെ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് വിളിക്കണമെങ്കിൽ ആ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ ലയബിലിറ്റി ക്ലോസിൽ വ്യക്തമായിട്ട് പറയുന്നു, members liability is limited to any amount unpaid on his shares. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, എടുത്ത ഷെയറിന്റെ വാല്യൂവിന്റെ പൈസ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതാണ് മെമ്പറിന്റെ ലയബിലിറ്റി. അതിന്റെ അർത്ഥം എടുത്ത ഷെയറിന്റെ പൈസ മൊത്തം കൊടുത്തു. അപ്പൊ ഇനി അൺപെയ്ഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ മെമ്പറിന്റെ ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. മെമ്പറിന്റെ ലയബിലിറ്റി തീർന്നു. കാര്യം ആ ലിമിറ്റ് കഴിഞ്ഞു. അപ്പൊ മെമ്പറിന്റെ ലയബിലിറ്റി എന്ത് ചെയ്തിരിക്കുക? ലിമിറ്റ് ചെയ്തിരിക്കുക. എത്ര രൂപ വരെ? അയാളെടുത്ത ഷെയറിന്റെ രൂപ വരെ.
അപ്പൊ ഒരു കമ്പനിനെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് വിളിക്കണമെങ്കിൽ ആ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മെമ്പേഴ്സ് ലയബിലിറ്റീസ് ലിമിറ്റഡ് ടു എനി amount unpaid on the shares held by that person or that member. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായോ? എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായോ? എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പ്രിലിമിനറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. പ്രിലിമിനറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സെക്ഷൻ 1 ഉം 2 ആ ചാപ്റ്ററിനകത്ത് ഞാൻ പറയുന്ന പേജ് നമ്പർ എടുക്കണേ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവത്തില്ല, സ്ക്രീൻ നോക്കിയാൽ മതി. കൂപ്പൺ ഒക്കെ കിട്ടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കണം കേട്ടോ. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 ക്ലാസ് 22 ആണ്. ആണല്ലോ. സെക്ഷൻ 2 ക്ലാസ് 22 എന്താ പറയുന്നത്? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് കാണാവോ? സെക്ഷൻ 2 ക്ലാസ് 22 means a company having the liability of its members limited by the memorandum to the amount, if any, unpaid on the shares respectively held by them. Okay, എല്ലാവർക്കും വ്യക്തമായോ? ഈ എക്സാമ്പിൾ നോക്കണ്ട, തൽക്കാലം ഈ എക്സാമ്പിൾ നോക്കണ്ട. യെസ്, തൽക്കാലം ഈ എക്സാമ്പിൾ നോക്കണം. അതിനകത്ത് ഫേസ് വാല്യൂ അങ്ങനെ പല കാര്യങ്ങളും പറയും, അതൊന്നും നോക്കണ്ട. തൽക്കാലം ഫേസ് വാല്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പിന്നീട് ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ് മനസ്സിലായല്ലോ സെക്ഷൻ 2 ക്ലാസ് 22. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 2 ക്ലാസ് 21 നോക്കാലോ. ഏതാ അത്? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പൊ ഗ്യാരണ്ടി കമ്പനി എന്ന് വെച്ചാൽ എന്ത്? ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഗ്യാരണ്ടി കമ്പനി എന്ന് പറഞ്ഞാൽ ഷെയർ ഇല്ലാത്ത കമ്പനി. അപ്പൊ ഈ കമ്പനിക്ക് ഷെയർ ഇല്ല, ഷെയർ ക്യാപിറ്റൽ ഇല്ല. ഷെയർ ഇല്ലാത്ത കമ്പനി ഏതാ? ഗ്യാരണ്ടി കമ്പനി. അവർക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ? ഇല്ല. അവർക്ക് ക്യാപിറ്റൽ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഷെയർ ഇല്ലാത്ത കമ്പനിയാണ്. ഷെയർ ഹോൾഡേഴ്സ് ഇല്ലാത്ത കമ്പനിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഗ്യാരണ്ടി കമ്പനി. അപ്പൊ ഒരു ഗ്യാരണ്ടി കമ്പനി, യെസ്, ഈ കമ്പനിയിൽ എന്തില്ല? ഷെയർ ഇല്ല, ഷെയർ ഹോൾഡേഴ്സ് ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 50 പേരും കൂടെ ചേർന്ന് ഒരു ഗ്യാരണ്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചു. ഓക്കെ, ഗ്യാരണ്ടി കമ്പനി ഒരു നോർമൽ കമ്പനിയാണ്. പക്ഷെ ഇതിനകത്ത് എന്തില്ല? ക്യാപിറ്റൽ ഇല്ല, ഷെയർ ക്യാപിറ്റൽ ഇല്ല, അത്രേ ഉള്ളൂ. നമ്മൾ 50 പേരും കൂടെ ചേർന്നൊരു ഗ്യാരണ്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ഗ്യാരണ്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ മെമ്പറും ഗ്യാരണ്ടി നിൽക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ന് പറഞ്ഞ മെമ്പർ, ഞാൻ 2 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടിയാണ് നിൽക്കുന്നത്. ഓക്കെ, സന എന്ന് പറയുന്ന മെമ്പർ 1 ലക്ഷം രൂപയാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. ഗൗതം എന്ന് പറയുന്ന മെമ്പർ 3 ലക്ഷം രൂപയാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. ശംഭു എന്ന് പറഞ്ഞ മെമ്പർ 5 ലക്ഷം രൂപയാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. അപ്പൊ ഓരോ മെമ്പേഴ്സും ഒരു പർട്ടിക്കുലർ തുക അവർ ഗ്യാരണ്ടി നിൽക്കും. അവർ ഗ്യാരണ്ടി നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാലേ, ഈ മെമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി നാളെ എപ്പോഴെങ്കിലും വൈൻഡപ്പ് ആവും. നാളെ എപ്പോഴെങ്കിലും എന്താവും? വൈൻഡപ്പ് ആവും. വൈൻഡപ്പ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? അടച്ചുപൂട്ടും. വൈൻഡപ്പ് ആവാന്ന് വെച്ചാൽ അടച്ചുപൂട്ടും. എന്നെങ്കിലും അടച്ചുപൂട്ടും. എന്നാൽ അടച്ചു പൂട്ടുന്ന സമയത്ത് നമ്മളെ കമ്പനി അടച്ചുപൂട്ടും. അടച്ചുപൂട്ടുമ്പോൾ അസറ്റ്സ് എല്ലാം എടുത്ത് വിൽക്കണം. ലിക്വിഡേഷൻ പ്രോസസ്സാണ്. അസറ്റ്സ് എല്ലാം വിറ്റ് ലയബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്യണം. അപ്പോ അസറ്റ്സ് എല്ലാം വിറ്റ് ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ അസറ്റ്സ് എത്ര ഉണ്ടായെന്ന് വെച്ചാൽ 2 കോടി ഉണ്ടായിരുന്നു. ടോട്ടൽ ലയബിലിറ്റീസ് എത്ര എന്ന് വെച്ചാൽ 2,20,00,000 ഉണ്ടായിരുന്നു. 2,20,00,000 ഉണ്ടായിരുന്നു ലയബിലിറ്റീസ്. അപ്പൊ ഇവിടെയും എന്താ പ്രശ്നം? ഇൻസോൾവൻസിയാ. ലയബിലിറ്റീസ് കൂടുതലാണ് എന്തിനേയും കാട്ടിയും, അസറ്റ്സിനെയും കാട്ടിയും. അപ്പം അസറ്റ്സ് വിറ്റ് കിട്ടിയ പൈസ ലയബിലിറ്റി കൊടുത്തു തീർക്കുമ്പോൾ ഒരു 20 ലക്ഷം രൂപ ഇല്ല, ഷോർട്ടാ. മനസ്സിലായോ? ആ സമയത്ത് മെമ്പേഴ്സ് ഗ്യാരണ്ടി നിൽക്കുന്ന അമൗണ്ട് ഇല്ലേ, അവരത് കൊണ്ടുവരണം. ഞാൻ 2 ലക്ഷം രൂപ കൊണ്ടുവരും, സന 1 ലക്ഷം രൂപ കൊണ്ടുവരും, ഗൗതം 3 ലക്ഷം രൂപ കൊണ്ടുവരും, ശംഭു 5 ലക്ഷം രൂപ കൊണ്ടുവരും. അപ്പം മെമ്പേഴ്സ് ഗ്യാരണ്ടി നിൽക്കുന്ന അമൗണ്ട് അവർ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യെസ്, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഗ്യാരണ്ടി കമ്പനി എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് എ കമ്പനി ഇൻ വിച്ച് ദ മെമ്പേഴ്സ് അവരെന്ത് ചെയ്യുന്നു? അവർ ഗ്യാരണ്ടി നിൽക്കുക. ഏത് സമയത്ത് പൈസ കൊണ്ടുവരാന്ന്? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് പൈസ കൊണ്ടുവരാന്ന്. അതും എത്ര? ഒരു നിശ്ചിത തുക അവർ കൊണ്ടുവരാന്ന് പറഞ്ഞ് അവർ ഗ്യാരണ്ടി നൽകുക. യെസ്, എപ്പോ? വൈൻഡിങ് അപ്പിന് കൊണ്ടുവരാൻ. അതും എപ്പോ? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് കമ്പനിയുടെ അസറ്റ്സിനെയും കാട്ടി കൂടുതൽ ലയബിലിറ്റീസ് വരെയാണെങ്കിൽ ആ ലയബിലിറ്റീസ് പോർഷൻ മീറ്റ് ചെയ്യാൻ, ആ എക്സസ് ലയബിലിറ്റി പോർഷൻ മീറ്റ് ചെയ്യാൻ ഞാൻ 1 ലക്ഷം രൂപ കൊണ്ടുവരാം, ഇന്ന ആൾ പറയാം 2 ലക്ഷം രൂപ കൊണ്ടുവരാം. അങ്ങനെ ഗ്യാരണ്ടി നിൽക്കുന്ന കമ്പനിയാണ്, മെമ്പേഴ്സ് ഗ്യാരണ്ടി നിൽക്കുന്ന കമ്പനിയാണ് ഗ്യാരണ്ടി കമ്പനി. ഈ കമ്പനിയിൽ ക്യാപിറ്റൽ ഇല്ല, ഈ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, ഈ കമ്പനിയിൽ ഷെയർ ഇല്ല. മനസ്സിലായോ? ഈ കമ്പനിയിൽ മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ ഗ്യാരണ്ടി കമ്പനി എന്താന്ന്? എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? സർ, ബാക്കി 9 lakhs. എടാ, അത് ഓരോ മെമ്പേഴ്സിന്റെയും നോക്കണം. ഞാനിപ്പോ ഒരു 5 മെമ്പേഴ്സിന്റെ മാത്രമേ പറഞ്ഞുള്ളൂ. 50 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഗ്യാരണ്ടി നിൽക്കുന്നുണ്ടാവും.
അപ്പൊ എത്ര amount വരും നോക്കണം. സപ്പോസ് വീണ്ടും കുറവാണെങ്കിൽ, അതായത് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർത്ത് കൊണ്ടുവരാനുള്ളത് 30 ലക്ഷം, കമ്പനിക്ക് യഥാർത്ഥത്തിൽ എക്സസ് വന്ന ലയബിലിറ്റി 50 ലക്ഷം, അപ്പൊ അവിടെ ഒരു 20 ലക്ഷം കുറവുണ്ട്. കുഴപ്പമില്ല, മെമ്പേഴ്സിന് കുഴപ്പമില്ല. മെമ്പേഴ്സ് അവരുടെ വീട്ടിൽ നിന്ന് പേഴ്സണൽ അസറ്റിൽ നിന്ന് ഇനി ഒന്നും കൊണ്ടുവരണ്ട. കാര്യം അവിടെ ലിമിറ്റ് ചെയ്തിരിക്കുക, അവർ ഗ്യാരണ്ടി നിൽക്കുന്ന amount വരെ ലിമിറ്റ് ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇനി കൂടുതലാണെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് കേസസിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ലയബിലിറ്റീസിന്റെ എക്സസ് 30 ലാക്സ്, മെമ്പേഴ്സ് ഗ്യാരണ്ടി നിൽക്കുന്ന 50 ലാക്സ് ആണ്. അപ്പൊ 50 ലാക്സ് കൂടുതലാണ്, മെമ്പേഴ്സ് 50 ലാക്സ് കൊണ്ടുവരണ്ട, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് 30 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ മതി. ഒരു പ്രൊപ്പോർഷൻ റേഷ്യോ ഒക്കെ എടുക്കും. മനസ്സിലായി? ഫണ്ട് എവിടെ നിന്ന് കിട്ടും? നല്ലൊരു ചോദ്യമാണ്. നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിനല്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ ഷെയർ ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഇല്ല, ക്യാപിറ്റൽ ഇല്ലെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യും? നല്ലൊരു ചോദ്യം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളെ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി അറിയോ? ഇൻഫോസിസ് ലിമിറ്റഡ്. ഈ ഇൻഫോസിസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബിസിനസ് എന്താ? അവരുടെ ബിസിനസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണോ? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സസ് വേണം? മെഷീൻസ് വേണോ? മെഷീനറി വേണ്ട. പ്ലാന്റ് വേണോ? പ്ലാന്റ് ആൻഡ് മെഷീൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്ലാന്റ് വേണോ? വേണ്ട. ബിൽഡിംഗ് വേണോ? വേണ്ട. ആകെ കൂടെ വേണ്ടത് എന്താണെന്നറിയോ? എംപ്ലോയീസ് മാത്രം. ഈ എംപ്ലോയീസ് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവരുടെ സ്വന്തം ലാപ്ടോപ്പിൽ അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. അപ്പൊ ഇൻഫോസിസിന് എന്തില്ല? ഇൻഫോസിസിന് പ്ലാന്റ് ഇല്ല, മെഷീനറി ഇല്ല, ബിൽഡിംഗ് ഇല്ല. ബിൽഡിംഗ് ഉണ്ട്, ടെക്നോ പാർക്കിന്റെ അടുത്തായിട്ട് ബിൽഡിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ലടേ. ഇപ്പൊ മിക്കവരും വർക്ക് ഫ്രം ഹോമാണ്, അവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ അവർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി ഇല്ലേ, അവര് ക്യാപിറ്റൽ ഡ്രിവൺ ആയിട്ടുള്ള ഒരു കമ്പനിയല്ല. അവർക്ക് ക്യാപിറ്റൽ, ഇനീഷ്യൽ ക്യാപിറ്റൽ ഒന്നും വേണ്ട. പക്ഷെ അതേ സമയത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അവർ എന്ത് ചെയ്യുന്നു അറിയോ? പെട്രോളിയം ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കും. ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കാൻ വേണ്ടി വലിയ വലിയ ഡ്രില്ലിംഗ് മെഷീൻസും അങ്ങനെ പല സാധനങ്ങളും വേണം. എന്നിട്ട് അത് റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്ത് പ്ലാന്റിനകത്തൊക്കെയാണ് റിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്ത് വേണം? വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. പക്ഷെ ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. അപ്പൊ ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? 0 ക്യാപിറ്റൽ വെച്ച് ഗ്യാരണ്ടി കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അവരിപ്പോ ഗ്യാരണ്ടി കമ്പനി അല്ല, അവർ നോർമൽ ഷെയർ ഉള്ള കമ്പനി തന്നെയാണ്. ഞാൻ പറയുകയായിരുന്നു, അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. മനസ്സിലായോ? യെസ്, എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ക്യാപിറ്റൽ വേണമെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ചില ടൈപ്പ് ബിസിനസ്സിനൊന്നും ക്യാപിറ്റൽ വേണ്ട. ക്യാപിറ്റൽ ഇന്റൻസീവ് അല്ല. ഇനിഷ്യൽ ക്യാപിറ്റൽ ഒന്നും ഇല്ലെങ്കിലും പോകും, വർക്കിംഗ് ക്യാപിറ്റൽ മതി. അപ്പൊ നിങ്ങൾ ചോദിക്കും വർക്കിംഗ് ക്യാപിറ്റൽ അപ്പൊ എവിടെ നിന്ന് കിട്ടുമെന്ന്? വർക്കിംഗ് ക്യാപിറ്റൽ മെമ്പേഴ്സ് ഡൊണേഷൻ ആയിട്ട് വല്ലതും തരും. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കണ്ട. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ചാരിറ്റിയാണ്. അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും, 50,000, 10,000, 30,000, അങ്ങനെ എല്ലാ മെമ്പേഴ്സും കൂടെ തരുമ്പോൾ ഒരു 5 ലക്ഷം രൂപ കിട്ടും. അത്രയും മതി, അത് വർക്കിംഗ് ക്യാപിറ്റൽ. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് BCCI അറിയാലോ, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. അതേപോലെ ECB ഉണ്ട്, ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡാണ്. ഈ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ഒരു ഗ്യാരണ്ടി കമ്പനിയാണ്. ഞാൻ കാണിച്ചു തരാം ഇപ്പൊ. എക്സ്റ്റേണൽ ബോറോയിങ്സ് ഒക്കെ വന്നിരിക്കുന്നേ. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്. ഓക്കെ, ഇത് കണ്ടോ? ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് കിടക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് കാണോ? ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ്. ദി ECB is a single national governing body for cricket in England and Wales. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ECB's legal status as a company limited by guarantee. ഇത് UK കമ്പനീസ് ആക്ട് ഉണ്ട്. ഓക്കെ, 2006 കമ്പനീസ് ആക്ട്. അതിന്റെ കോപ്പിയാണ് നമ്മൾ 2013 കമ്പനീസ് ആക്ട്. ഓക്കെ, ACCAയിലൊക്കെ നമ്മൾ UK കമ്പനീസ് ആക്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുത്ത കമ്പനിയാണ്. ഓക്കെ, പക്ഷെ അത് പ്രീവിയസ് കമ്പനി ലോ പ്രകാരം അന്ന് എടുത്ത കമ്പനിയാണ്. ഇപ്പൊ അത് 2006 കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യുന്നത്. എവിടുത്തെ? UKയിലെ. അതൊരു കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഓക്കെ, എല്ലാവർക്കും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്താന്ന് പിടികിട്ടിയല്ലോ? യെസ്, എല്ലാവർക്കും മനസ്സിലായല്ലോ? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അടുത്തതിലോട്ട് നമുക്ക് പോയേ, അൺലിമിറ്റഡ് കമ്പനി. അപ്പം
ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവണമെങ്കിൽ എങ്ങനെയാണെന്നറിയോ? ആ കമ്പനിയുടെ മെമ്മോറാണ്ടത്തില് ലയബിലിറ്റി ക്ലോസിൽ വ്യക്തമായിട്ട് പറയുന്നു, ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദി amount guaranteed by each member, which shall be brought to the company at the time of winding up when the assets are insufficient to meet the liability. എന്ന് വെച്ചാൽ എന്താ? കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ വ്യക്തമായിട്ട് പറയുന്നു മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. എത്ര രൂപ വരെ ലിമിറ്റഡാ? അവർ ഓരോരുത്തരും നിൽക്കുന്ന ഗ്യാരണ്ടി എമൗണ്ട് വരെ ലിമിറ്റഡാ. അതും അവർ എപ്പോ കൊണ്ടുവന്നാൽ മതി? വൈൻഡിങ് അപ്പിന്റെ സമയത്ത്. അതും എപ്പോ? അസറ്റ്സ് ലയബിലിറ്റീസിനെയും കാട്ടി കുറവാണെങ്കിൽ, ആ ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം ആ പൈസ കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ ആ പൈസ കൊണ്ടുവരണ്ട. അതും വൈൻഡിങ് അപ്പിന്റെ സമയത്ത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോക്കിയേ. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി മീൻസ് എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാണ്ടം to such amount as the members may respectively undertake to contribute to the assets of the company in the event of it being wound up. അടച്ചുപൂട്ടുന്ന സമയത്ത് അസറ്റ്സ് തികയാത്തതുകൊണ്ട് അസറ്റിന്റെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം പൈസ, എന്നിട്ട് ലയബിലിറ്റീസ് കൊടുത്തു വെക്കണം വൈൻഡിങ് അപ്പിന്റെ സമയത്ത്. അങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായോ? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ആ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ പറയുന്നത് മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, അവർ എടുത്തിരിക്കുന്ന amount വരെ, അതും വൈൻഡിങ് അപ്പിന്റെ സമയത്ത് അസറ്റ് തികയുന്നില്ലെങ്കിൽ കൊണ്ടുവരണം. മനസ്സിലായോ? എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് കമ്പനി എന്താണെന്നും കൂടെ നോക്കാം. അപ്പൊ അൺലിമിറ്റഡ് കമ്പനി എന്ന് വെച്ചാൽ എന്ത്? അൺലിമിറ്റഡ് കമ്പനി എന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റിക്ക് ലിമിറ്റ് ഇല്ല. എന്ന് വെച്ചാൽ എന്താ? കമ്പനിക്ക് എത്രത്തോളം ലയബിലിറ്റി ഉണ്ടോ അത് കമ്പനിയുടെ അസറ്റ് വെച്ച് കൊടുത്തു തീർക്കണം. കമ്പനിയുടെ അസറ്റ് തികയുന്നില്ലെങ്കിൽ ആ ഡെഫിഷ്യൻസി മെമ്പേഴ്സ് അവരുടെ പേഴ്സണൽ അസറ്റിൽ നിന്ന് കൊണ്ടുവരണം. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പോലെ, ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ ലയബിലിറ്റിക്ക് ലിമിറ്റ് ഇല്ല. അൺലിമിറ്റഡ് ലയബിലിറ്റിയാ. ഓണേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അതായത് ബിസിനസിന്റെ അസറ്റ് തികയുന്നില്ല ബിസിനസിന്റെ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ, എന്നാൽ പേഴ്സണൽ അസറ്റ് എടുത്തോണ്ട് വരണം. വീട്ടിൽ നിന്ന് സ്വന്തം കാശ് എടുത്തോണ്ട് വരണം കമ്പനിയുടെ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ. അങ്ങനത്തെ കമ്പനിയാണ് അൺലിമിറ്റഡ് കമ്പനി. മനസ്സിലായോ? അപ്പൊ അൺലിമിറ്റഡ് കമ്പനിയാണ്. ഈ പ്രത്യേകത എന്താ? ആ കമ്പനിയുടെ മെമ്മോറാണ്ടത്തില് ലയബിലിറ്റി ക്ലോസിൽ പറയുന്നു there is no limit on the liability of members. That is, the liability of members extends to the whole liabilities of the company. അപ്പൊ കമ്പനിയുടെ അസറ്റ്സ് വെച്ചിട്ട് കമ്പനിയുടെ ലയബിലിറ്റി തീർന്നില്ലെങ്കിൽ എത്രയാണോ ഡെഫിഷ്യൻസി, അത് മെമ്പേഴ്സ് ഓരോരുത്തര് ആ ഡെഫിഷ്യൻസി മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റേഷ്യോയിൽ അവർ എവിടെ നിന്ന് കൊണ്ടുവരണം? അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് കൊണ്ടുവരണം. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? അൺലിമിറ്റഡ് കമ്പനി അത്രയും മനസ്സിലാക്കിയാൽ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. നമ്മൾ ഫൗണ്ടേഷനിൽ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഇത് ഓർത്തു വെക്കണം. കാര്യം നമുക്ക് ഓരോരോ സെക്ഷനിലോട്ട് കയറുമ്പോൾ ഇതൊക്കെ വരും, വീണ്ടും വരും. അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? അൺലിമിറ്റഡ് കമ്പനി മീൻസ് എ കമ്പനി നോട്ട് ഹാവിംഗ് എനി ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പൊ വ്യക്തമായിട്ട് അത് എവിടെ പറയും? മെമ്മോറാണ്ടത്തിൽ എന്ത് പറയും? ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഹാസ് നോ ലിമിറ്റ് എന്ന് പറയും. ഇറ്റ് ഇസ് അൺലിമിറ്റഡ് എന്ന് പറയും. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? വളരെ സിമ്പിൾ അല്ലേ? യെസ്, വളരെ സിമ്പിൾ. യെസ്, അത്രേ ഉള്ളൂ. ഡൺ. അപ്പൊ ചോദ്യം ഇതാണ്, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് അറിയത്തില്ല. ഞാനേ കമ്പനി എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ സെക്ഷൻ 2+20 കമ്പനി എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ സെക്ഷൻ 2+20 പറഞ്ഞത്. സെക്ഷൻ 2+21 എന്താ? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അല്ലേ? അല്ലേ? പിന്നെ സെക്ഷൻ 2+22 എന്താ? 2+22 എന്താ? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. അല്ലേ? പിന്നെ സെക്ഷൻ 2+92 എന്താ? അൺലിമിറ്റഡ് കമ്പനി. ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാലേ സെക്ഷൻ 20, 21, 22 ഒക്കെ അടുത്തടുത്ത് കിടക്കുക. അതിന്റെ റീസൺ എന്താ? കമ്പനീസ് ആക്ടിന്റെ ഡെഫിനിഷൻ സെക്ഷൻ ഇല്ലേ, അത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പോകുന്നത്. ദാറ്റ് ഇസ് സെക്ഷൻ 2+1 എന്താന്ന് വെച്ചാൽ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ട്. സെക്ഷൻ 2+2 എന്താന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പൊ എങ്ങനെയാ തുടങ്ങുന്നത്? എ വെച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ആദ്യം, പിന്നെ ബി, പിന്നെ സി, പിന്നെ ഡി, അങ്ങനെ പോകും. മനസ്സിലായോ?
ഇവിടെ കണ്ട കമ്പനി എന്നുള്ള വാക്ക് സി വെച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2 ക്ലോസ് 20 ആയപ്പോ സി ആയി. 21 ആയപ്പോ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വന്നു. 22 കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അടുത്തടുത്ത് കിടക്കുക. എന്തുകൊണ്ടാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് രണ്ടാമതായത്, അതായത് 2 ക്ലോസ് 22 ആയത്? കാര്യം ജിയും എസും വെച്ച് നോക്കുമ്പോൾ ജി ആണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത്. ഈ കമ്പനി ലിമിറ്റഡ് ബൈ വരെ രണ്ടും സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് ജി ആണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത്. അതുകൊണ്ടാണ് ജിയുടേത് ഗ്യാരണ്ടി കമ്പനിയുടേത് ആദ്യം വന്നത് 2 ക്ലോസ് 21, ഷെയറിൻ്റെത് രണ്ടാമത് വന്നത് സെക്ഷൻ 2 ക്ലോസ് 22. പിന്നെ യു എന്ന് പറയുന്ന അക്ഷരം ആൽഫബറ്റിക്കൽ ഓർഡറിൽ അവസാനം വരുന്ന അല്ലേ, RSTU അല്ലേ, VWXYZ അവസാനം വരുന്ന ലെറ്റേഴ്സിലുള്ളതാണ്. അതുകൊണ്ടാണ് 2 ക്ലോസ് 92 ആയത്. കമ്പനീസ് ആക്ടിൽ ഒരു 95-96 ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. അത് ചിലതൊക്കെ ഡിലീറ്റ് ചെയ്ത് ചിലതൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ശരി ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ തുടങ്ങിയപ്പോൾ 95 ഡെഫിനിഷൻസോളം ഉണ്ടായിരുന്നു. എവരിബഡി അണ്ടർസ്റ്റുഡ്? അപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും പിടികിട്ടിയോ? ഇത്രയും പിടികിട്ടിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് കമ്പനിയിലോട്ട് പോകാം. അടുത്ത ഹെഡിങ് എഴുതിക്കോ, നടുക്ക് തന്നെ എഴുതിക്കോ. അടുത്തത് കമ്പനി ലിമിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് എഴുതിക്കോ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി. യഥാർത്ഥത്തിൽ ഈ ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് ബേസിക്കലി. ഓക്കെ, അടുത്ത on the basis of number of members. Yes, എഴുതിയോ? രണ്ടായിട്ട് തിരിക്കണേ. on the basis of number of members രണ്ടായിട്ട്. ആദ്യത്തെ താഴെ പ്രൈവറ്റ് കമ്പനി, രണ്ടാമത്തെ താഴെ പബ്ലിക് കമ്പനി. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനി സെക്ഷൻ 2 ക്ലോസ് 68, പബ്ലിക് കമ്പനി സെക്ഷൻ 2 ക്ലോസ് 71. എഴുതിയോ? അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് പ്രൈവറ്റ് കമ്പനി, എന്താണ് പബ്ലിക് കമ്പനി? നിങ്ങൾ പഠിച്ചതൊക്കെ മറക്ക്, ഞാൻ പറയുന്നത് കേക്ക്. പ്രൈവറ്റ് കമ്പനി എന്താന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴെങ്കിലും പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം ഓടി വരാവൂ, 2 റെസ്ട്രിക്ഷനും ഒരു പ്രൊഹിബിഷനും ഉള്ള കമ്പനി. 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 ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ എപ്പോഴെങ്കിലും പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വേറെ ഒന്നും ഓടി വരരുത്, ഇത് മാത്രം ഓടി വരാവൂ. എന്തേ ഓടി വരാവൂ? 2 റെസ്ട്രിക്ഷനും ഒരു പ്രൊഹിബിഷനും ഉള്ള കമ്പനി. 2 റെസ്ട്രിക്ഷനും ഒരു പ്രൊഹിബിഷനും ഉള്ള കമ്പനി. ഇങ്ങനെ 2 ഇങ്ങനെ വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്, പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ നീട്ടി ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. ഓക്കെ, 2 റെസ്ട്രിക്ഷനും ഒരു പ്രൊഹിബിഷനും ഉള്ള കമ്പനി. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് റെസ്ട്രിക്ഷൻ, എന്താണ് പ്രൊഹിബിഷൻ? ഞാൻ പറയുന്ന ആദ്യം ശ്രദ്ധിക്ക്. റെസ്ട്രിക്ഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്തോ പക്ഷെ ഇത്രത്തോളം ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ, നമ്മളെ വിദേശത്ത് നിന്ന് ഇന്ത്യയിലോട്ട് വരിക, ഫ്ലൈറ്റ് വഴി വരിക. അപ്പൊ നമ്മുടെ കയ്യിൽ ബാഗ് ഉണ്ടാവും. ഈ ബാഗിനകത്ത് മദ്യം കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ കസ്റ്റംസ് ആക്ട് ഉണ്ട്, നിങ്ങൾ ഫൈനലി പഠിക്കും കേട്ടോ. കസ്റ്റംസ് ആക്ടില് ബാഗേജ് റൂൾസ് ഉണ്ട്. ആ ബാഗേജ് റൂൾസിൽ വ്യക്തമായിട്ട് പറയുന്നു 2 ലിറ്റർ മദ്യം വരെ കൊണ്ടുവരാം. 2 ആണോ 4 ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാൻ മദ്യം കൊണ്ടുവന്നിട്ടുണ്ട് അറിയത്തില്ല. 2 ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, 2 ലിറ്റർ മദ്യം വരെ കൊണ്ടുവരാം. അപ്പൊ മദ്യം കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷെ 2 വരെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുക. 2 വരെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുക. മനസ്സിലായോ? റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തോ പക്ഷെ ഇത്രയും ചെയ്യാവും. മനസ്സിലായോ? ശബരിമലയിൽ ഇപ്പൊ സ്ത്രീകൾക്ക് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻട്രിയാ. പണ്ട് ഇത്രയും ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് കയറായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതുപോലെ പറഞ്ഞു മനസ്സിലായോ? റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്തോ പക്ഷെ ഇത്രയും ചെയ്യാവും. മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിലേ
5 ലിറ്റർ ആണെന്ന് തോന്നുന്നു. 5 ആണോ 4 ആണോ? കുഴപ്പമില്ല, ഏത് ലിറ്ററും കൂടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ശരി. നീ ഇപ്പം ഇന്ത്യയിലുള്ള മദ്യം കുടിച്ചാൽ മതിയാണ്, വിദേശത്തൊന്നും കുടിക്കണ്ട. ശരി. അപ്പൊ അടുത്തത് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ ചോദ്യം ഇതാണ്, എന്താണ് പ്രൊഹിബിഷൻ? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. പ്രൊഹിബിറ്റഡാ. പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. കാണിച്ചിട്ടോ, നമ്മൾ വിദേശത്തു നിന്നോ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് തോക്കോ ബോംബോ കൊണ്ടുവരാൻ പറ്റൂ? ഇല്ല, ഇതൊക്കെ പ്രൊഹിബിറ്റഡാ, കൊണ്ടുവരാൻ പറ്റത്തില്ല. തോക്കൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, മനസ്സിലായോ? എക്സ്പ്ലോസീവ്സും തോക്കും അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, മനസ്സിലായോ? നൈഫും അതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? അപ്പോ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യരുത്. റെസ്ട്രിക്ഷൻ അങ്ങനെ ചെയ്തോ, പക്ഷെ ഇത്രയും ചെയ്യാവൂ എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? എല്ലാവർക്കും അർത്ഥം പിടികിട്ടിയോ? വ്യക്തമായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കമ്പനി പ്രൈവറ്റ് കമ്പനി ആവണമെങ്കിൽ ആ കമ്പനിയുടെ ആർട്ടിക്കിൾസ് എടുത്തു നോക്കണം. ആ കമ്പനിയുടെ എന്ത് എടുത്തു നോക്കണം? ആർട്ടിക്കിൾസ്. ആ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എടുത്തു നോക്കണം. ആ കമ്പനിയുടെ ആർട്ടിക്കിൾസ് എടുത്തു നോക്കണം. മനസ്സിലായോ? ആർട്ടിക്കിൾസിൽ 2 റെസ്ട്രിക്ഷനും 1 പ്രൊഹിബിഷനും ഉണ്ടോ എന്ന് നോക്കണം. എന്തുണ്ടോ എന്ന് നോക്കണം? 2 റെസ്ട്രിക്ഷനും 1 പ്രൊഹിബിഷനും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ആ കമ്പനി പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പൊ ഒരു കമ്പനി പ്രൈവറ്റ് കമ്പനി ആവണമെങ്കിൽ ആ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ 2 റെസ്ട്രിക്ഷനും 1 പ്രൊഹിബിഷനും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ആ കമ്പനി പ്രൈവറ്റ് കമ്പനി. റെസ്ട്രിക്ഷൻസും പ്രൊഹിബിഷൻസും ഇല്ലെങ്കിൽ അത് പബ്ലിക് കമ്പനി എന്നാണ്. അത് നിങ്ങൾക്ക് അറിയാം. പബ്ലിക് കമ്പനി ഡെഫിനിഷൻ നിങ്ങൾ കുറെ ട്രോളിലൊക്കെ കണ്ടിട്ടുണ്ട്. പബ്ലിക് കമ്പനി എന്ന് വെച്ചാൽ എന്താ? പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനി. പ്രൈവറ്റ് കമ്പനി ആവണമെങ്കിൽ 2 റെസ്ട്രിക്ഷൻ 1 പ്രൊഹിബിഷൻ വേണം. അപ്പൊ 2 റെസ്ട്രിക്ഷൻ പ്രൊഹിബിഷൻ ഇല്ലാത്ത കമ്പനിയാണ് യഥാർത്ഥത്തിൽ പബ്ലിക് കമ്പനി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രൈവറ്റ് കമ്പനി എന്താണ്? ഒന്നും കൂടെ ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്. പ്രൈവറ്റ് കമ്പനി എന്താണ് ഗൈസ്? പ്രൈവറ്റ് കമ്പനി എന്താണ്? പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ 2 റെസ്ട്രിക്ഷനും 1 പ്രൊഹിബിഷനും ഉണ്ട്. മനസ്സിലായോ? ആ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ 2 റെസ്ട്രിക്ഷനും പ്രൊഹിബിഷനും ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് റെസ്ട്രിക്ഷൻ? എന്താണ് ആ 2 റെസ്ട്രിക്ഷൻ? ആദ്യത്തെ റെസ്ട്രിക്ഷൻ ഓൺ the transfer of shares. Restriction on the transfer of shares. രണ്ടാമത്തെ restriction restricts the number of members to 200. Except in case of OPC ഒക്കെ ഉണ്ട്. തൽക്കാലം OPCയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. OPC എന്താണ് കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരും. Restricts the number of members to 200. ഇത്ര എഴുതിയോ? ഇത്ര എഴുതിയെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ചോദ്യം ഇതാണ്, എന്താണ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്? ഈ ട്രാൻസ്ഫർ എന്നുള്ള വാക്ക് ലീഗലി സ്പീക്കിംഗ് അതിന്റെ അർത്ഥം സെയിൽ. ലീഗലി സ്പീക്കിംഗ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സെയിലാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ട്രാൻസ്ഫർ എന്താന്ന് ചോദിച്ചാൽ എന്താ? സെയിലാ, സെയിൽ. അണ്ടർസ്റ്റുഡ്? അപ്പൊ വിൽക്കുന്നതിനെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയും. ബേസിക്കലി വി ആർ ട്രാൻസ്ഫറിങ് വാട്ട്? ഓണർഷിപ്പ്. അപ്പോഴാണ് അത് വിറ്റുപോയെന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സെയിലാണ് കേട്ടോ. അങ്ങനെയാണെങ്കിലേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. നമ്മളെ കമ്പനിയില് എനിക്ക് ഒരു 6000 ഷെയർസ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കമ്പനിയുടെ മെമ്പറാണ്, എനിക്ക് 6000 ഷെയർസ് ഉണ്ട്. ഞാൻ ഷെയർ ഹോൾഡറും മെമ്പറുമാണ്, എനിക്ക് 6000 ഷെയർസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ ഷെയർസ് മൂന്നാമതൊരാളായ മിസ്റ്റർ എക്സിന് വിൽക്കണം. ഓക്കെ, മിസ്റ്റർ എക്സിന് വിൽക്കണം. എന്നാലേ നമ്മളുടെ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ നമ്മളെ കമ്പനിയുടെ പേര് ഇന്റർനാഷണൽ എയർലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എങ്ങനെയാ? പേരിന്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കും വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ കമ്പനിയുടെ പേരെന്താ? ഇന്റർനാഷണൽ എയർലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഓക്കെ, ആ കമ്പനിയുടെ മെമ്പറാണ് ഞാൻ. എന്റെ കയ്യിൽ 6000 ഷെയർസ് ഉണ്ട്. എനിക്ക് ഈ 6000 ഷെയർസ് ആർക്ക് വിൽക്കണമെന്നൊരു ആഗ്രഹം? മിസ്റ്റർ എക്സിന് വിൽക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ എനിക്ക് തോന്നിയ സമയത്ത് തോന്നുന്ന പോലെ മിസ്റ്റർ എക്സ് പിടിച്ചോ എന്ന് പറഞ്ഞ് വിറ്റിട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ വിൽക്കുകയാണെങ്കിൽ എന്ത് പറ്റും?
ഞാൻ മെമ്പർ അല്ലാതെ ആവും. ആര് മെമ്പർ ആവും? മിസ്റ്റർ എക്സ് മെമ്പർ ആവും. കാര്യം മെമ്പർ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ മേടിക്കുന്ന സമയത്ത് കൺസെന്റ് കൊടുക്കണം. അപ്പൊ ഷെയർ വിൽക്കുമ്പോൾ ആ കൺസെന്റ് വിഡ്രോ ചെയ്യുന്നതിന് തുല്യമാവും. അപ്പൊ മെമ്പർ അല്ലാതെ ആവും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ആര് മെമ്പർ ആവും? മിസ്റ്റർ എക്സ് മെമ്പർ ആവും. ആണോ? പക്ഷേ അത്രയ്ക്ക് എളുപ്പമല്ല. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലേ ആ പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറയും എങ്ങനെ ഷെയർ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. ചിലപ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ പറയുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മെമ്പറിന് അയാളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആദ്യം ആ കമ്പനിയുടെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കണം, നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് വേണോ. അപ്പൊ ഡയറക്ടേഴ്സിന് വേണ്ടാന്ന് പറഞ്ഞാൽ മൂന്നാം ഒരാൾക്ക് വിൽക്കാം. അപ്പൊ എന്ത് റെസ്ട്രിക്ഷനാ പറയുന്നത്? ഡയറക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കണം അവർക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടോ എന്ന്. അവര് വേണ്ടാന്ന് പറഞ്ഞാലേ മൂന്നാമത്തെ ഒരാൾക്ക് വിൽക്കാൻ പറ്റും. അതാണ് റെസ്ട്രിക്ഷൻ അവിടെ. അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കും. ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ എന്താ പറയുന്നതെന്ന് അറിയോ? ഒരു മെമ്പറിന് അയാളുടെ ഷെയർ വിൽക്കണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കണം വേണോ 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 എന്ന്. അവര് വേണ്ടാന്ന് പറഞ്ഞാലേ വെളിയിലുള്ള ഒരാൾക്ക് വിൽക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എക്സ് വെളിയിലുള്ള ഒരാളാണ്. അയാൾക്ക് നേരിട്ട് ചെന്ന് എനിക്ക് വിൽക്കാൻ പറ്റത്തില്ല. ആദ്യം കമ്പനിയിലുള്ള മെമ്പേഴ്സിന്റെ അടുത്ത് തന്നെ ചോദിക്കണം, നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് വേണോ എന്ന്. അവർക്ക് ആർക്കും വേണ്ടെങ്കിലേ വെളിയിലുള്ള ഒരാൾക്ക് വിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതൊരു റെസ്ട്രിക്ഷനാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമ്മളുടെ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ എന്താ എഴുതിയിരിക്കുന്നത്? മെമ്പേഴ്സിനോട് ചോദിക്കണം അവർക്ക് വേണോ വേണ്ടയോ. മെമ്പേഴ്സ് ആർക്കും വേണ്ടെങ്കിൽ മാത്രമേ വെളിയിലുള്ള മിസ്റ്റർ എക്സിനോ വൈനോ സെഡിനോ എനോ ബിക്കോ ആർക്കും വേണമെങ്കിലും വിൽക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ വിൽക്കുന്നതിന് ഒരു ചെറിയൊരു റെസ്ട്രിക്ഷനും ബുദ്ധിമുട്ടും ഉണ്ടോ? ഉണ്ട്. അങ്ങനെ വെക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? ആർട്ടിക്കിൾസിൽ. കാര്യം എന്താ? ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വെക്കാം. മനസ്സിലായോ? അതേ സമയത്ത് പബ്ലിക് കമ്പനി ആണെങ്കിലേ ആരെടുത്തും ചോദിക്കാതെ എപ്പോ വേണമെങ്കിലും എനിക്കെടുത്ത് വിൽക്കാൻ പറ്റും. ഞാൻ മെമ്പർ അല്ലാതെ ആള് മെമ്പർ ആവും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? അപ്പൊ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്താന്ന് പിടികിട്ടിയോ? റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്താന്ന് പിടികിട്ടിയോ? Yes, everybody understood. Very good. Very good. സിമ്പിളാ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിമ്പിളാ. യെസ്, റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അതാണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ. ഓക്കെ. രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ എന്താ? റെസ്ട്രിക്ട് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. വളരെ സിമ്പിളാ. എന്താണ്? മെമ്പേഴ്സിന്റെ എണ്ണം എടുക്കുമ്പോൾ എത്രന്റെ മേളിൽ പോകരുത്? 200ന്റെ മേളിൽ പോകരുത്. 200 വരെ ആകാവൂ. നമ്മളിപ്പോ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 50 പേരുണ്ട്. 50 മെമ്പേഴ്സ് ഉണ്ട്. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്തിന്റെ മേളിൽ പോകുന്നില്ല? 200ന്റെ മേളിൽ പോകുന്നില്ല. 200ന്റെ മേളിൽ പോകുന്ന തരത്തിലുള്ള മെമ്പേഴ്സ് വരുന്ന ഒരു കമ്പനി ആണെങ്കിലേ അതൊരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അത് എന്ത് തന്നെ ആവണം? അതൊരു പബ്ലിക് കമ്പനി തന്നെ ആവണം. കാര്യം പ്രൈവറ്റ് കമ്പനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ. അത് 50 ആണ്. ഓക്കെ. ഞാനൊരു മെമ്പർ, സന ഒരു മെമ്പർ, ഗൗതം ഒരു മെമ്പർ അല്ലേ? ശംഭു ഒരു മെമ്പർ അല്ലേ? അങ്ങനെ കുറെ പേര് മെമ്പേഴ്സാ അല്ലേ? മേഘ ഒരു മെമ്പർ. യെസ്. അങ്ങനെ കുറെ പേര്, നന്ദിനി, അങ്ങനെ കുറെ പേര് മെമ്പേഴ്സാ. ആണോ? പക്ഷെ എത്ര പേരെ വരുന്നുള്ളൂ? അത് 50 പേരെ വരുന്നുള്ളൂ. ഇനിയും വേണമെങ്കിൽ ഒരു 150 പേരും കൂടെ ആകാം. നമ്മൾ എന്ത് കമ്പനി ആണെങ്കിൽ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ. അപ്പൊ മെമ്പേഴ്സിന്റെ എണ്ണം എത്ര വരെ ലിമിറ്റ് ചെയ്തിരിക്കുക? 200. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു പബ്ലിക് കമ്പനി ആണെങ്കിലോ അൺലിമിറ്റഡ് മെമ്പേഴ്സ് എത്ര വേണമെങ്കിലും ആകാം. 500 ആകാം, 1000 ആകാം, 200 ആകാം, 300 ആകാം, വേണമെങ്കിൽ 10 ആകാം, വേണമെങ്കിൽ 7 ആകാം. ഞാൻ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സാ പറഞ്ഞത്, മിനിമം അല്ല. പക്ഷെ അതേ സമയത്ത് ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 ആ. പബ്ലിക് കമ്പനിയിൽ മിനിമം 7 ആ. പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം 200 ആണ്. പബ്ലിക് കമ്പനിയിൽ മാക്സിമം ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് ആ. മനസ്സിലായോ? അപ്പൊ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. അപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ആണെങ്കിൽ എത്ര പേര് വേണം? 2 പേര് വേണം. ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ആണെങ്കിൽ എത്ര പേര് വേണം? മിനിമം 7 പേര് വേണം. അപ്പൊ നമ്മൾ 50 പേരുണ്ട്. നമ്മൾ 50 പേർക്ക് ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അത് പബ്ലിക് കമ്പനിയാണോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? രണ്ടും സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ അത് പ്രൈവറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, വേണമെങ്കിൽ അത് പബ്ലിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്രൈവറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം, അത് ഒരിക്കലും പിന്നീട് 200ന്റെ മേളിൽ പോകരുത്. നമ്മൾ പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നമില്ല. കാര്യം മിനിമം 2 ആണ്, ഇവിടെ മിനിമം 7 ആണ്, നമുക്ക് 50 ഉണ്ട്, പ്രശ്നമൊന്നുമില്ല.
നമുക്കൊരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, പബ്ലിക് കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? അതേ സമയത്ത് ഞാനും ഗൗതവും സനയും മാത്രം കൂടെ ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര പേര് മിനിമം വേണം? 7 പേര് വേണം. നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ചില കാര്യങ്ങൾ കൂടെ പറയട്ടോ. ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ്, എന്താണ് പ്രൈവറ്റ് കമ്പനി? ഞാൻ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് വരണം നിങ്ങളുടെ മനസ്സിൽ? എന്ത് വരണം? 2 റെസ്ട്രിക്ഷനും 1 പ്രൊഹിബിഷനും മനസ്സിൽ വരണം. ആണല്ലോ? ചോദ്യം ഇതാണ്, എന്താണ് ഈ 2 റെസ്ട്രിക്ഷൻ, എന്താണ് ഈ 1 പ്രൊഹിബിഷൻ? ആദ്യത്തെ റെസ്ട്രിക്ഷൻ ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്, റെസ്ട്രിക്റ്റഡ് ടു 200. പ്രൊഹിബിഷൻ എന്താന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ റെസ്ട്രിക്ഷനും പ്രൊഹിബിഷനും എവിടെ കാണും? ആ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ കാണും. അപ്പോൾ ഒരു കമ്പനി പ്രൈവറ്റ് കമ്പനി ആണോ പബ്ലിക് കമ്പനി ആണോ എന്ന് പേര് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ വ്യക്തത വേണമെങ്കിൽ അതിന്റെ എന്തെടുത്ത് നോക്കണം? ആർട്ടിക്കിൾസ് എടുത്ത് നോക്കണം. ആർട്ടിക്കിൾസിൽ 2 റെസ്ട്രിക്ഷൻ 1 പ്രൊഹിബിഷൻ ഉണ്ടോ എന്ന് എടുത്ത് നോക്കണം. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? യെസ്. നമുക്ക് 11:30 ആകുമ്പോഴത്തേക്ക് ബ്രേക്ക് എടുക്കാം. ഇപ്പൊ ബ്രേക്ക് എടുക്കണ്ട കേട്ടോ. ശരി, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചിരിക്കൂ. ഈ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ റെസ്ട്രിക്ഷൻ ഇല്ലേ, ദാറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു 200. ഇത് പറഞ്ഞതിന് ശേഷം പ്രൊവൈഡഡ് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പറയുന്നു. എപ്പോഴെങ്കിലും ഒരു സെക്ഷൻ വായിക്കുമ്പോൾ പ്രൊവൈഡഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയാണെങ്കിൽ ഈ പ്രൊവൈഡഡിനെ വിളിക്കുന്നത് പ്രൊവൈസോ എന്നാണ്. PROVISO, പ്രൊവൈസോ. പ്രൊവൈസോ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ. മേളിൽ പറഞ്ഞിരിക്കുന്നതിനകത്ത് ചില കാര്യങ്ങൾ ഒഴിച്ചുവിട്ടു. ഫോർ എക്സാമ്പിൾ, മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആണ്, യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. മോട്ടോർ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ലൈസൻസ് വേണമെന്ന്. എന്ത് വേണമെന്ന്? ലൈസൻസ് വേണമെന്ന്. പക്ഷേ ഇലക്ട്രിക് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ ലൈസൻസ് ഇല്ലേലും കുഴപ്പമില്ല എന്ന് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞ് ഈ സെക്ഷനകത്ത് ലൈസൻസ് വേണമെന്ന് പറയുന്ന സെക്ഷനകത്ത് നിർബന്ധമായിട്ട് പറയുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് പ്രൊവൈഡഡ് എ പേഴ്സൺ യൂസിങ് ഇലക്ട്രിക് മോട്ടോർ വെഹിക്കിൾ, അതായത് ഇലക്ട്രിക് ആണ്, എന്തല്ല ഡീസലോ പെട്രോളോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് വേണ്ട? ലൈസൻസ് വേണ്ട. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ലൈസൻസ് വേണമെന്ന് പറഞ്ഞ ആ ജനറൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ചില എക്സെപ്ഷൻസ് കൊണ്ടുവന്നു. അപ്പോ പ്രൊവൈസോ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം നൽകും? ഇത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ ഉള്ളതാണ്. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിലുള്ള കാര്യങ്ങളും കൂടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പ്രൊവൈസോ എന്ന് പറഞ്ഞ് പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താ? എക്സെപ്ഷൻ കൊണ്ടുവരാൻ. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? പ്രൊവൈസോയുടെ ഉപയോഗം എന്തിനാണെന്ന് മനസ്സിലായോ? എന്ത് കൊണ്ടുവരാനാണെന്ന് മനസ്സിലായോ? എന്ത് കൊണ്ടുവരാനാ ഗൈസ്? പ്രൊവൈസോന് ഉപയോഗിക്കുന്നത് എന്ത് കൊണ്ടുവരാനാ? പറയൂ, എന്ത് കൊണ്ടുവരാനാ? പ്രൊവൈസോന് ഉപയോഗിക്കുന്നത് എന്ത് കൊണ്ടുവരാനാ? എക്സെപ്ഷൻ കൊണ്ടുവരാനാ. ഞാൻ അത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട്സിൽ ഞാൻ കാണിച്ചു തരാം. പ്രൊവൈസോയുടെ കാര്യം. പ്രൊവൈസോ കാണാം എല്ലാവർക്കും. പ്രൊവൈസോ യെസ്, കാണാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. The normal function of a proviso is to accept something out of the enactment or to qualify. Qualify എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. Qualified statement എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. Something stated in the enactment which would be within its purview if the proviso were not there. കണ്ടോ? അപ്പൊ പ്രൊവൈസോ എന്തിനാ? എക്സെപ്ഷൻ കൊടുക്കാനാ. മനസ്സിലായോ? യെസ്. പ്രൊവൈസോ എന്തിനാണ്? എക്സെപ്ഷൻ കൊടുക്കാനാണ്. പ്രൊവൈസോ എക്സെപ്ഷൻ കൊടുക്കാൻ, രണ്ടും എക്സെപ്ഷനും പ്രൊവൈസോ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതിന്റെ വ്യത്യാസം ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട്സ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിലേ ഈ നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 ഇല്ലേ, ഇതിന് ചില പ്രൊവൈസോ ഉണ്ട്, അതൊരു എക്സെപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ് ആ എക്സെപ്ഷൻ? ശ്രദ്ധിച്ചിരിക്കണേ.
provided joint shareholders shall be counted as one. ഇതിന്റെ അർത്ഥം എന്താ? ജോയിന്റ് ഷെയർ ഹോൾഡേഴ്സ് ഷാൽ ബി കൗണ്ടഡ് ആസ് വൺ. ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. നമ്മളെ കമ്പനിയിലെ 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അല്ലേ? ഈ 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റലിൽ 6 ലക്ഷം എന്റേതാണെന്നല്ലേ ഞാൻ പറഞ്ഞേ? 4 ലക്ഷം നിങ്ങളുടേതാണെന്നല്ലേ പറയുന്നത്? നിങ്ങൾ എത്ര പേരുണ്ട്? 49 പേര്. ഞാൻ എത്ര പേരുണ്ട്? ഒരാള്. അപ്പോ നമ്മളെ കമ്പനിയുടെ ഷെയർ മേടിക്കുന്നവരും മെമ്പർ ആവും. അപ്പൊ നമ്മൾ 50 പേരും മെമ്പേഴ്സാണ്. ആണോ? എന്നാലേ നിങ്ങൾക്ക് ഈ ജോയിന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജോയിന്റ് പ്രോപ്പർട്ടി, ജോയിന്റ് അസറ്റ്, കോ ഓണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫൗണ്ടേഷനിൽ. പാർട്ട്ണർഷിപ്പിൽ കോ ഓണർഷിപ്പ് വേഴ്സസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ താമസിക്കുന്ന വീടില്ലേ, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും രണ്ടുപേരുടെ പേരിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും രണ്ടുപേരും ആ വീടിന്റെ എന്താണ്? ജോയിന്റ് ഓണേഴ്സാ. അല്ലെങ്കിൽ അവരെന്തെന്ന് വിളിക്കും? കോ ഓണേഴ്സ് എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പൊ ഒരു അസറ്റ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഓൺ ചെയ്യാം. അങ്ങനെ ഓൺ ചെയ്യുകയാണെങ്കിൽ അവരെ കോ ഓണേഴ്സ് എന്ന് വിളിക്കും, ജോയിന്റ് ഓണേഴ്സ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, എന്റെ വീട് ഓൺ ചെയ്യുന്നത്, എന്റെ വീടിന്റെ ആധാരത്തിനകത്ത് പേരുള്ളത്, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാനേ, എന്റെ പേരുണ്ട്, എന്റെ അമ്മയുടെ പേരുണ്ട്, എന്റെ സിസ്റ്ററിന്റെ പേരുണ്ട്. അപ്പൊ നമ്മൾ 3 പേരും 1/3 ഓണേഴ്സാ. മനസ്സിലായോ? ടോട്ടൽ ഓണർഷിപ്പിൽ എനിക്ക് 1/3 ഉണ്ട്, അമ്മയ്ക്ക് 1/3 ഉണ്ട്, സിസ്റ്ററിന് 1/3 ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെന്ന് വിളിക്കും? ജോയിന്റ് ഓണേഴ്സ് അല്ലെ കോ ഓണേഴ്സ്. മനസ്സിലായോ? ഷെയർ മേടിക്കുമ്പോഴേ വേണമെങ്കിൽ ഇങ്ങനെ മേടിക്കാം, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ഒരുമിച്ച് മേടിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിലെ 6 ലക്ഷം രൂപയുടെ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 4 ലക്ഷം രൂപയുടെ ഷെയറും 6 ലക്ഷം രൂപയുടെ ഷെയറും അങ്ങനെ കൂട്ടി 10 ലക്ഷം രൂപയുടെ ഷെയറാണ്. ഈ 6 ലക്ഷം രൂപയുടെ ഷെയർ ഞാനും എന്റെ അമ്മയും എന്റെ സിസ്റ്ററും കൂടെ ഒരുമിച്ച് മേടിച്ച ഷെയറാണ്. അതായത് ഞാൻ 2 ലക്ഷം രൂപ ഇട്ടു, അമ്മ 2 ലക്ഷം രൂപ ഇട്ടു, എന്റെ സിസ്റ്റർ 2 ലക്ഷം രൂപ ഇട്ടു. അങ്ങനെയാണ് നമ്മൾ 6 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് കമ്പനിക്ക് കൊടുത്തത്. നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് മേടിച്ച ഷെയറാണ് ഈ 6 ലക്ഷം രൂപയുടെ ഷെയർ. മനസ്സിലായോ? 6 ലക്ഷം രൂപയുടെ ഷെയർ 6000 ഷെയർ ആണെന്ന് വിചാരിച്ചു. 6000 ഷെയർ 6000 ഷെയർ ആകുമ്പോൾ എങ്ങനെയാണ് ഗൈസ്? എത്ര രൂപയാണ് ഒരു ഷെയറിന്റെ വില? ഒരു ഷെയറിന്റെ വില ഓഫ് ₹100 ഈച്ച്. ഒരു ഷെയറിന്റെ വില 100 rupees. അപ്പോ 6 lakh rupeesന്റെ ഷെയർ ആണ്. ചോദ്യതാണ്, ഈ 6000 ഷെയർസിന്റെ ഓണേഴ്സ് ആരൊക്കെയാ? ഞാനൊരു ഓണറാ, അമ്മ ഒരു ഓണറാ, എന്റെ സിസ്റ്റർ ഒരു ഓണറാ. ആണോ? ഷെയർ ഹോൾഡർ ആണെങ്കിൽ നമ്മൾ എന്തു ആവുന്നാ പറയുന്നത്? മെമ്പർ ആവുന്നാ പറയുന്നത്. പക്ഷെ ഒരു ചെറിയൊരു കാര്യം, ഞാനൊരു മെമ്പർ ആണോ? ആണ്. അമ്മ ഒരു മെമ്പർ ആണോ? ആണ്. സിസ്റ്റർ ഒരു മെമ്പർ ആണോ? ആണ്. പക്ഷേ ഈ 200ന്റെ മേളിൽ പോകുന്നുണ്ടോ എന്നുള്ള എണ്ണം എടുക്കുമ്പോഴേ ജോയിന്റ് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരെയും ഒന്നായിട്ടാണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനും അമ്മയും സിസ്റ്ററും നിൽക്കുമ്പോഴേ നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യത്തില്ല, ഒരുമിച്ച് 1 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ മെമ്പേഴ്സിന്റെ എണ്ണം എടുക്കുമ്പോഴേ സന ഒരു മെമ്പറാണ്, ഗൗതം ഒരു മെമ്പറാണ്, ശംഭു ഒരു മെമ്പറാണ്, അനുപമ ഒരു മെമ്പറാണ്, ഞാന്, എന്റെ സിസ്റ്റർ, എന്റെ അമ്മ ഒരു മെമ്പറാണ്. യെസ്, ഞാന്, ഉണ്ണി മുകുന്ദൻ, നമ്മളെല്ലാവരും ഒരു മെമ്പറാണ്. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞിട്ട് കിട്ടിയ? യെസ്. അപ്പൊ ജോയിന്റ് ഷെയർ ഹോൾഡേഴ്സ് ഷാൽ ബി കൗണ്ടഡ് ആസ് 1. ഈ ജോയിന്റ് ഷെയർ ഹോൾഡേഴ്സിനെ വേണമെങ്കിൽ ഒരു ഷെയറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഷെയറോ ഹോൾഡ് ചെയ്യാം. നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് 6000 ഷെയർസാണ്, അത് ഒന്നിൽ കൂടുതൽ ഷെയർസാണ് ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെ ഹോൾഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്യാം, വേണമെങ്കിൽ 2 ഷെയർ ഹോൾഡ് ചെയ്യാം, വേണമെങ്കിൽ 3 ഷെയർ ഹോൾഡ് ചെയ്യാം, 4 ഷെയർ ഹോൾഡ് ചെയ്യാം. നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് 6000 ഷെയർസാണ്. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? പക്ഷെ ചോദ്യം ഇതാണ്, മെമ്പേഴ്സിന്റെ എണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൗണ്ട് ചെയ്യും. പക്ഷെ നമ്മൾ മെമ്പർ ആണോ ചോദിച്ചാൽ ആണ്. ഞാനും ഒരു മെമ്പറാ, സിസ്റ്റർ ഒരു മെമ്പറാ, അമ്മയും ഒരു മെമ്പറാ. പക്ഷെ എണ്ണം എടുക്കുമ്പോൾ ഒന്നിച്ച് കൗണ്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ബട്ട് ഇൻ ഇഫക്ട് ഞാനും മെമ്പറാ, അമ്മയും മെമ്പറാ, സിസ്റ്റർ മെമ്പറാ. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? യെസ്, എല്ലാവർക്കും പറഞ്ഞ് പിടികിട്ടിയ? എല്ലാവർക്കും അത് പറഞ്ഞ് പിടികിട്ടിയെങ്കിൽ നമുക്ക് സെക്ഷൻ 2/68 ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തോ. ആ സ്റ്റഡി മെറ്റീരിയലിനകത്ത് എന്തില്ല? ചേഞ്ച് ഇല്ല. ഈ ഒരു ഡെഫിനിഷന് ചേഞ്ച് ഇല്ല കേട്ടോ. ഒന്ന് എടുത്തോ.
2 clause 68. ശംഭു ചോദിച്ചോടാ, ഡൗട്ട് ചോദിച്ചോ. ഞാൻ അപ്പത്തേക്ക് സെക്ഷൻ 2 clause 68 എടുക്കാം. നീ ചോദിച്ചോ. ചോദിക്കടാ ശംഭു, മൈക്ക് ഫോൺ ചെയ്ത് ചോദിക്കടാ. സാധാരണ പേരിൽ വരും ഷെയർസ് എടുക്കുമ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കില്ല. ഞാൻ പറഞ്ഞുതരാം. നീ ചോദിച്ചത് ഷെയർ സർട്ടിഫിക്കറ്റിൽ ആരുടെ പേര് വരുമെന്നൊക്കെ അല്ലേ? യെസ്, അതെ സാർ. ഷെയർ സർട്ടിഫിക്കറ്റിനകത്ത് എൻ്റെ അമ്മയുടെ ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാവണം ഒരു സെക്കൻഡ്. കാണിച്ചു തരാം. പറയടാ. ഷെയർ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തു വെച്ച് കാണിച്ചു തരാം. ഞാൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എവിടെയോ വെച്ച് നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ ശംഭു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഷെയർ സർട്ടിഫിക്കറ്റിനകത്തെ നെയിം ഓഫ് ഷെയർ ഹോൾഡർ ബ്രാക്കറ്റിൽ ഒരു എസ് കൊടുത്തു. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ ജസ്റ്റ് ആ ഷെയർ ഹോൾഡറിന്റെ പേര്, ഫോർ എക്സാമ്പിൾ എന്റെ പേര് എഴുതും. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലേ ബാക്കിയുള്ളവരുടെ പേരും ഇവിടെ എഴുതും. മനസ്സിലായോ? ഇങ്ങനെ ഒരു യെസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഷെയർ സർട്ടിഫിക്കറ്റിനകത്ത് എത്ര പേരുണ്ടോ അവരുടെ അത്രയും പേരുടെ പേര് വരും. ഒരു ഷെയർ 3 പേർക്ക് വരെ മാക്സിമം ഹോൾഡ് ചെയ്യാം. ആ ലിമിറ്റ് ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കല്ലേ, എക്സാം ഒന്നും ചോദിക്കത്തില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നതാ. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലും 3 പേരുടെ പേര് വരും. ആദ്യം ആരുടെ പേരാണോ വരുന്നത് അവർക്കാണ് കമ്പനി എല്ലാ ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോട്ടീസ് ഫോർ AGM അതൊക്കെ അയച്ചു കൊടുക്കുന്ന ആദ്യം ആരുടെ പേരാണോ ആ ആളുടെ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുന്നു. മനസ്സിലായോ? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുമ്പോ പറഞ്ഞുതരാം കേട്ടോ. യെസ്, ഞാൻ ആ ഷെയർ സർട്ടിഫിക്കറ്റ് തപ്പിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ മനസ്സിലായോ? യെസ്, ബ്രേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. 2 റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞത്? ജോയിന്റ് ഷെയർ ഹോൾഡർ ഷാൽ ബി കൗണ്ടഡ് ആസ് 1 ആണോ? പ്രൈവറ്റ് കമ്പനിയുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ. പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിംഗ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ പ്രിസ്ക്രൈബ്ഡ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗമില്ലേ, അത് പഠിക്കരുത്. കാര്യം അത് യഥാർത്ഥത്തിൽ ഒമിറ്റഡ് ആണ്, ഇപ്പൊ ഇല്ല. ഈ ഹാവിംഗ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ പ്രിസ്ക്രൈബ് ഇത്രയും ഇല്ല. ഇത് എഴുതിയില്ലേലും ഒരു പ്രശ്നമില്ല, ഇത് ഒമിറ്റഡാ. ആക്ടിൽ നിന്ന് തന്നെ ഇത് എടുത്തു കളഞ്ഞു, ഇതില്ല. ഏതാണ് നിങ്ങൾ പഠിക്കണേന്ന് വെച്ചാൽ മീൻസ് എ കമ്പനി വിച്ച് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ, അങ്ങനെ തുടങ്ങിയാൽ മതി. പ്രൈവറ്റ് കമ്പനി എന്താ? മീൻസ് എ കമ്പനി ആൻഡ് ബൈ വിച്ച് ഇറ്റ്സ് ആർട്ടിക്കിൾസ്. അപ്പൊ ആർട്ടിക്കിൾസിലാണ് പറയുന്നത് എന്ത്? 2 റെസ്ട്രിക്ഷനും ഒരു പ്രൊഹിബിഷനും. ആദ്യത്തെ റെസ്ട്രിക്ഷൻ എന്താ? റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ്. രണ്ടാമത്തെ റെസ്ട്രിക്ഷനോ ഈ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് 1% വിട് ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 200. ഓക്കെ, പിന്നെ ആദ്യത്തെ പ്രൊവൈസോ എന്താ? പ്രൊവൈഡഡ് ദാറ്റ് വേർ 2 or more persons hold 1 or more shares in a company jointly. അപ്പൊ ജോയിന്റ് ഷെയർ ഹോൾഡേഴ്സ് they shall അവരെ എങ്ങനെ ചെയ്യും? For the purposes of this clause be
ട്രീറ്റഡ് ആസ് എ സിംഗിൾ മെമ്പർ. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? യെസ്, അതാണ് ഫസ്റ്റ് പ്രൊവൈസർ. സെക്കൻഡ് പ്രൊവൈസർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് പ്രൊവൈസർ ജസ്റ്റ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. പിന്നീടുള്ള അങ്ങോട്ടുള്ള പ്രൊവൈസേഴ്സ് പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പം 2 പ്രൊവൈസേഴ്സ് ഉണ്ട്. ആ 2 പ്രൊവൈസേഴ്സ് ഞാൻ പറയാൻ പോയാ. രണ്ടാമത്തെ പ്രൊവൈസർ, ചിലപ്പോ ഈ എംപ്ലോയീസിനെ കമ്പനിയുടെ ഷെയർ കൊടുത്ത് അവരെ മെമ്പർ ആക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എംപ്ലോയീസിന് ഈ ആത്മാർത്ഥത കൂട്ടാനേ, അവരും കമ്പനിയുടെ ഭാഗമാണെന്ന് വരുത്തിക്കാനേ അവർക്ക് കമ്പനിയുടെ ഷെയർ കൊടുക്കും. ഷെയർ കൊടുക്കുമ്പോൾ ചിലപ്പം ഷെയറിന്റെ പൈസ അധികം മേടിക്കത്തില്ല. ഷെയറിന്റെ വില യഥാർത്ഥത്തിൽ 50 രൂപയാണ്. സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയാം, പക്ഷെ സ്വെറ്റ് ഇക്വിറ്റി മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയും. സ്വെറ്റ് ഇക്വിറ്റി കൊടുക്കുന്നത് ഹൈ ലെവൽ എംപ്ലോയീസിനാണ്. ഓക്കെ, സിഇഒയ്ക്കൊക്കെ. ഓക്കെ, ശരി. അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? എംപ്ലോയീസിന് ഷെയർ കൊടുത്ത് എംപ്ലോയീസ് മെമ്പർ ആയാൽ ആ എംപ്ലോയി മെമ്പേഴ്സിനെയും 200 എണ്ണുമ്പോ കൗണ്ട് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കമ്പനിയിൽ 50 മെമ്പേഴ്സ് ഉണ്ട്. നമ്മളെ കമ്പനി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, ഇന്റർനാഷണൽ എയർലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മളെ കമ്പനി എന്ത് കമ്പനിയാ? പ്രൈവറ്റ് കമ്പനിയാ, ഇന്റർനാഷണൽ എയർലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രൈവറ്റ് കമ്പനി എന്നൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ നമ്മളെ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. നമ്മളെ കമ്പനിയിൽ ഇപ്പൊ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 50 മെമ്പേഴ്സ് ഉണ്ട്. അത് കൂടാതെ ഒരു 6000 എംപ്ലോയീസ് ഉണ്ട്. ഈ എംപ്ലോയീസിന് ഓരോരുത്തർക്കും 10 ഷെയർ വെച്ച് അങ്ങ് കൊടുത്തെന്ന് വിചാരിച്ചു. അവർ ഷെയർ മേടിക്കുകയും ചെയ്തു. അവർ ഷെയർ മേടിച്ചപ്പോ അവരും എന്തായി? മെമ്പേഴ്സ് ആയി. അപ്പൊ ചോദ്യം ഇതാണ്, എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മളെ കമ്പനിയിൽ? ഇപ്പോ 6050 മെമ്പേഴ്സ് ഉണ്ട്. അയ്യോ, പ്രശ്നമാവത്തില്ലേ? നമ്മളൊരു പ്രൈവറ്റ് കമ്പനി അല്ലേ? പ്രശ്നമാവില്ല. എന്തുകൊണ്ടാ? എംപ്ലോയീസ് മെമ്പേഴ്സ് ആയാൽ ആ എംപ്ലോയി മെമ്പറിനെ 200 എണ്ണുമ്പോ കൂട്ടത്തില്ല. പക്ഷെ അവർ മെമ്പർ ആണോ? ആണ്. അവർക്ക് മെമ്പറിന്റെ റൈറ്റ്സ് ഉണ്ടോ? ഉണ്ട്. അവർ 200 എണ്ണുമ്പോ കൂട്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പറഞ്ഞത് എല്ലാവർക്കും പിടികിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. യെസ്. എന്നാലേ 6000 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ആ 6000 എംപ്ലോയീസിന് ഷെയർ കൊടുത്ത് അവർ മെമ്പേഴ്സ് ആയില്ലേ? ആ 6000-ൽ നിന്ന് 1000 പേര് റിട്ടയർമെന്റ് ഏജ് ആയി റിട്ടയർ ആയി പോയി. അപ്പൊ അവരിപ്പോ എന്താ? എക്സ് എംപ്ലോയീസ് ആണ്. അവരെന്തല്ല? കറണ്ട് എംപ്ലോയീസ് അല്ല. അവർക്ക് എന്നാ ഷെയർ കിട്ടിയ ഒരു മെമ്പർ ആയത്? എംപ്ലോയ്മെന്റ് ഇരിക്കുന്ന സമയത്താണ്. എംപ്ലോയ്മെന്റ് ഇരിക്കുന്ന സമയത്താണ് ഈ 6000 എംപ്ലോയീസിന് ഷെയർ കൊടുത്തതും അവർ മെമ്പേഴ്സ് ആയത്. എന്നിട്ട് ഒരു 10 വർഷം കഴിഞ്ഞെന്ന് വിചാരിച്ചോ. ഒരു 10 വർഷം കഴിഞ്ഞപ്പോ എത്ര എംപ്ലോയീസ് റിട്ടയർമെന്റ് ഏജ് ആയി അവര് റിട്ടയർ ആയി പോവുക? ഒരു 1000 എംപ്ലോയീസ്. റിട്ടയർമെന്റ് ആകാം, ചിലപ്പോൾ രാജിവെച്ച് പോയതാകാം, എന്ത് വേണമെങ്കിലും ആവും, മരിച്ചു പോയതാകാം, എന്ത് വേണമെങ്കിലും ആവും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ആവും. ഓക്കെ, അപ്പൊ അവരെന്താവും? എക്സ് എംപ്ലോയീസ് ആവും. അവരെന്താകും? എക്സ് എംപ്ലോയീസ് ആവും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പക്ഷേ എക്സ് എംപ്ലോയീസ് ആയിട്ടും അവർ എന്ത് വിറ്റിട്ടില്ല? അവരുടെ കയ്യിൽ കിട്ടിയ ഷെയർ വിറ്റിട്ടില്ല, കമ്പനിയുടെ ഷെയർ വിറ്റിട്ടില്ല. അപ്പൊ അവരിപ്പോഴും എന്ത് കണ്ടിന്യൂ ചെയ്യുക? അവരുടെ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ എക്സ് എംപ്ലോയീസ് who became members during employment and continuous membership even after employment has ceased. Ceased എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്ഡ്. അവരെയും കൗണ്ട് ചെയ്യത്തില്ല. അപ്പൊ ചോദ്യം ഇതാണ്, ഏതൊക്കെ ടൈപ്പ് എംപ്ലോയീസിനെ കൗണ്ട് ചെയ്യത്തില്ല? ഒന്ന്, നിങ്ങൾ എംപ്ലോയി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടി, ആ എംപ്ലോയിനെ മെമ്പേഴ്സിന്റെ എണ്ണം എടുക്കുമ്പോൾ കൗണ്ട് ചെയ്യത്തില്ല. രണ്ടാമത്തത്, നിങ്ങൾ ഇപ്പൊ എക്സ് എംപ്ലോയിയാ, പക്ഷെ നിങ്ങൾ മെമ്പറും കൂടിയാ. നിങ്ങൾ എപ്പോഴാണ് മെമ്പർ ആയത്? എംപ്ലോയി ആയിരിക്കുന്ന സമയത്താണ് മെമ്പർ ആയത്. നിങ്ങൾ എംപ്ലോയ്മെന്റിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും കൗണ്ട് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ പിടിയോ? ഇല്ലല്ല, ലീഗൽ ഹെയർസിനെയും കൗണ്ട് ചെയ്യത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും മരിച്ചു പോയാൽ പിന്നെ നമ്പർ കൂടി പോകും. ലീഗൽ ഹെയർസിനെയും കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, യെസ്, നല്ലൊരു ചോദ്യം അത്. ഓക്കെ, എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ പിടിയോ? ആ,
നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ ഷെയർ കൊടുക്കുമ്പോഴേ ESOP കൊടുക്കുമ്പോഴേ പല കണ്ടീഷൻസ് വെച്ചിട്ടാണ് ESOP കൊടുക്കുന്നത്. ഇതിനകത്ത് എംപ്ലോയി ആയിട്ട് തുടരണം അടുത്ത 10 വർഷത്തേക്ക്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വെക്കും. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ നിങ്ങൾക്ക് ഷെയർ മേടിക്കാനുള്ള ഇത് കിട്ടത്തുള്ളൂ, ഓപ്ഷൻ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ഓപ്ഷൻ എക്സ്പയർ ആയിപ്പോ, ലാപ്സ് ആയിപ്പോ. അപ്പൊ അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. തൽക്കാലം അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ നോക്കണ്ട. ESOP സെക്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സെക്ഷൻ 62 ഒക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഗ്രാൻഡിങ് ഓഫ് ഓപ്ഷൻ, വെസ്റ്റിംഗ് ഓഫ് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അക്കൗണ്ട്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും ESOPിനകത്ത്. ഓക്കെ, അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു. ശരി, എംപ്ലോയ്മെന്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? മേടിക്കുന്ന ആൾ എംപ്ലോയി അല്ല, അപ്പൊ അയാളെ കൗണ്ട് ചെയ്യും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിൽ നിന്ന് ഈ 1000 ആൾക്കാർ ഇറങ്ങിയില്ലേ? ഈ 1000 ആൾക്കാർ ഇറങ്ങിയപ്പോൾ ഈ 1000 ആൾക്കാരും മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഷെയർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ എക്സിനെ മെമ്പറായിട്ട് കൗണ്ട് ചെയ്യും. കാര്യം മിസ്റ്റർ എക്സ് നമ്മളെ കമ്പനിയുടെ എംപ്ലോയിയോ അല്ല, എക്സ് എംപ്ലോയിയോ അല്ല. മനസ്സിലായോ? മിസ്റ്റർ എക്സ് മെമ്പറിന്റെ നമ്പറിൽ കൗണ്ട് ആവും. ഓക്കെ, എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? യെസ്, എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രൈവറ്റ് കമ്പനിയുടെ ഡെഫിനിഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കാം. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ്. അപ്പൊ ഇത് സെക്കൻഡ് പ്രൊവൈഡർ. അതിനകത്ത് A, persons who are in the employment of the current company. വെച്ചാൽ എന്താ? കറന്റ് എംപ്ലോയീസ്. ഇത് കറന്റ് എംപ്ലോയീസ് ആണ്. ആൻഡ് persons who having been formally in the employment of the company. വെച്ചാൽ എന്താ? എക്സ് എംപ്ലോയീസ്. പക്ഷെ അവർ മെമ്പർ എപ്പോഴായത്? were members of the company while in that employment. എംപ്ലോയ്മെന്റ് ഇരിക്കുന്ന സമയത്ത് അവർ മെമ്പർ ആയത്. and have continued to be members after employment ceased. എന്ന് വെച്ചാൽ എന്താ? എംപ്ലോയ്മെന്റിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അവർ എന്ത് ചെയ്യത്തില്ല? ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്. മനസ്സിലായോ? ഈ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ സ്റ്റാർട്ട് ചെയ്യും. പ്രൊഹിബിഷൻ എന്താണെന്ന് ബ്രേക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് കാണാം. 10 minutes ബ്രേക്ക് എടുക്കുക. Thank you.